ആ വാസനകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രൈമോഡിയൽ വാസന എന്താണ്? എൻ്റെ ഈ ശരീരം നശിക്കുമോ എന്നുള്ളത് നമ്മളെ പേടി. പക്ഷെ ഫ്രണ്ട് തന്നെ പറയണം, ബാക്കിലേക്ക് നോക്കൂ, ഒരാളെ കാണാൻ തോന്നും, നോക്കുമ്പോൾ തൊട്ട് ബാക്കിൽ സദ്ഗുരു. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള നോളജ് ജനറേഷൻ ടു ജനറേഷൻ പാസ് ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് വറി ചെയ്യണം. എന്താ കർക്കിടക മാസമായ രാമായണം എത്ര വരി തള്ളി വായിക്കണം. ഭഗവത്ഗീത വൺ ഓഫ് ദ ടെക്സ്റ്റ് മാത്രമാണ്. കാരണം നമ്മുടെ വാസനകളാണ് നമ്മുടെ ചിന്തകളെ പലപ്പോഴും ഡോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴാണ് ആ ലയം സംഭവിക്കുന്നത് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ കാണാം. ചിന്ത പൂർണ്ണമായിട്ടും അസ്തമിക്കുന്ന ഏതോ ഒരു സ്പോട്ടിലാണ്. ജലം മെമ്മറിയാണ്. എൻ്റെ മെമ്മറി, എൻ്റെ മൈൻഡ് ആക്ടിവിറ്റി അണമുറിയാതെ ഈശ്വരങ്ങളിലേക്ക് പോണേ എന്നുള്ളതാണ് ശരിക്കും ശിവന്റെ ജലധാരയുടെ താത്വികാർത്ഥം. പന്ത്രണ്ട് വയസ്സാവുന്ന ഒരു കുട്ടി വ്യാഴത്തിലാണ് ജനിച്ചെങ്കിൽ അവന് 1 വയസ്സാവണമെങ്കിൽ ഭൂമിയിൽ 12 കൊല്ലം എഴുതാം. നാരദൻ അവസാനം പറയുന്ന ഒരു ഡയലോഗിലാണ് അതിന്റെ കീ കിടക്കുന്നത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം അവര് കർമ്മഫലത്തിനായിട്ട് ജനിക്കുന്നു എന്ന് പറയുന്നു. അതേസമയം അത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ കർമ്മങ്ങൾ അവസാനിപ്പിച്ച് മരിക്കണം. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാരണശരീരം ഇതിനെല്ലാം മോണിറ്റർ ചെയ്യണത് അടുത്തൊരു ജന്മം ജനിക്കാനായിട്ട് അവിടെ ഒരു മോണിറ്ററിങ് സാക്ഷി ഇതുണ്ടല്ലോ. അത് ആണ് എനിക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവാം. എങ്ങനെയാണത് നമ്മുടെ ഉള്ളിലുള്ള സാക്ഷി തന്നെയാണ് മോണിറ്റർ ചെയ്യുന്നത്. ഇതൊരു സെൽഫ് പ്രോഗ്രാമിംഗ് മെഷീനറിയാണെന്ന് ആദ്യം മനസ്സിലാക്കി. നമ്മളൊരു സെൽഫ് പ്രോഗ്രാമിംഗ് മെഷീനറിയാണ്. നമ്മളെ ആര് പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ ദിവസവും രാവിലെ എണീക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, അടുക്കളയിൽ പോകുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ഓഫീസിൽ പോകുന്നുണ്ട്, തിരിച്ച് ആരോ പ്രോഗ്രാം ചെയ്ത് ഇതുപോലെ പ്രോഗ്രാം ചെയ്തൊരു വസ്തുവാണത്. നമ്മളാണ് നമ്മളെ കൊണ്ടുപോകണം. നമുക്ക് നാമേ പണിപത് നാഗം നരകവും അതുപോലെ കവി അദ്ദേഹത്തിന്റെ ഭാവനയിൽ എഴുതി വെച്ചാണെങ്കിൽ അതിൻ്റെ അകത്ത് വലിയൊരു വേദാന്ത സത്യമുണ്ട്. കർമ്മത്തിന്റെ സീഡ്സ് മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞ വാസന പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മളറിയാതെ നമ്മൾ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറ്റബോധം എന്ന് പറയുന്നതും ഒരു കാര്യം ഞാൻ നന്നായി ചെയ്തു എന്നുള്ള നമ്മുടെ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ്, ഒരു അച്ചീവ്മെന്റിന്റെ ഫീൽ വരുന്നതും ഒക്കെ ആരാ അനുഭവിക്കുന്നത്? ആ ആള് തന്നെയാണ് നമുക്ക് ജന്മങ്ങൾ ഉണ്ടാക്കുന്നതും ജന്മങ്ങൾ കൊടുക്കുന്നതും. അത് നമ്മുടെ അകത്ത് തന്നെ ഉണ്ട്. ഈ ആൾക്ക് ഒരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട് പുരാണത്തിൽ. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നീട് ഏത് പ്രശ്നം നടക്കുന്ന സ്ഥലത്തും ആ ആളുണ്ടാവും. ആ ആളാണ് ഗതി മാറ്റുക എല്ലാറ്റിൻ്റെയും. ഈശ്വരനെ അന്വേഷിച്ച് പോകുന്നവരെ അങ്ങോട്ട് ചെന്ന് സഹായിക്കലാണ് നാരദൻ. നാരദൻ എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്. അതുകൊണ്ടാണ് നാരദൻ എവിടെയും കയറി ചെല്ലുന്നു പറഞ്ഞത്. നാരദൻ സാക്ഷിയാണ്, നമ്മുടെ അകത്തുള്ള സാക്ഷിയാണ്. സാക്ഷിക്ക് ഇതൊക്കെ കാണാൻ പറ്റും. സാക്ഷികൾ വേണ്ട സ്ഥലത്ത് ഇടപെടലുകൾ നടത്തുക. സാക്ഷി ഒരാളെ എന്തായി തീരണമെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ സാക്ഷിക്ക് സാധിക്കും. ധ്രുവൻ ഭഗവാനെ കാണണം എന്നുള്ളത് നാരദന്റെ ഇടപെടലാണ്. പ്രഹ്ലാദൻ അങ്ങനെ ആവണം എന്നുള്ളത് ആ ഗർഭാവസ്ഥയിലിരുന്ന ഭ്രൂണാവസ്ഥയിലിരുന്ന പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കണാരാ? സാക്ഷിയാണ്. സാക്ഷിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് പ്രപഞ്ചത്തിൽ ഈശ്വരൻ്റെതായിട്ടുള്ള ഒരു നാടകവും നടക്കില്ല, ഒന്നും നടക്കില്ല. അതുകൊണ്ട് ജന്മകർമ്മങ്ങളുടെ സൈക്കിൾസ് മുഴുവൻ ഈ സാക്ഷിഭാവമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തി എന്തുകൊണ്ടാണ് പിന്നെ ഒരു ദുരന്തത്തിൽ നിന്ന് പിന്നെയും ദുരന്തത്തിലേക്ക് തന്നെ പോയി കർമ്മത്തിന്റെ ചക്രത്തിന്റെ വിഷയം. അതിന് കാരണം എന്താ വെച്ചാൽ ഇരുന്നോളൂ എന്ന് ചോദിക്കും. കർമ്മത്തിന്റെ കർമ്മസിദ്ധാന്തം ശരിക്കും പഠിച്ചാൽ തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടുള്ളൂ. ഞാൻ ഇതിനെ ലഘൂകരിച്ച് പറയാൻ എനിക്ക് അറിയില്ല, കാരണം ഇത് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു കാര്യം വെച്ചാൽ കർമ്മത്തിനെ ഇത്ര നന്നായി പഠിപ്പിച്ചൊരു ഗുരുനാഥൻ ഗുരുവായൂരപ്പനെ പോലെ വേറൊരാളില്ല. കൃഷ്ണനെ പോലെ ഈ ഭൂമണ്ഡലത്തിൽ ആരും കർമ്മത്തിനെ ഇത്ര ഗംഭീരമായിട്ട് പഠിപ്പിച്ചിട്ടില്ല. കർമ്മത്തിന്റെ കോർ പ്രോബ്ലം എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ എന്ത് കർമ്മം ചെയ്യണമെന്നുള്ളതല്ല, ഞാൻ കർമ്മം ചെയ്യണമെന്നുള്ള നമ്മുടെ ചിന്തയിലാണ്. പുള്ളി അതിൻ്റെ പേരിലാണ് ആദ്യം പോയിട്ട് പഠിപ്പിക്കുന്നത്. ഞാൻ ഇന്നത് ചെയ്യണോ എന്ന് ചിന്തിച്ചാൽ, അത് നല്ലത് ചെയ്യണോ ചിന്തിച്ചാലും മോശം ചെയ്യണമെന്ന് ചിന്തിച്ചാലും ആ ചിന്തയിലാണ് നമ്മുടെ അതിൻ്റെ അടുത്ത അനുഭവം കിടക്കുന്നത്. നമ്മൾ പറയും വിധി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. എന്താ വിധി? നമ്മുടെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതോ പൂർവ്വത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ളതിൻ്റെ ആകത്തുകയാണ് നമ്മൾ ഈ വിധിയായിട്ട് അനുഭവിക്കുന്നത്. നമ്മൾ സാധാരണ ദുരന്തത്തിനെ മാത്രമാണ് പറയുക. എന്നാൽ നമുക്ക് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളും നമ്മുടെ പൂർവ്വകർമ്മമാണ്.
അതും നമ്മൾ അനുഭവിച്ചത്. ഇപ്പൊ ചിലവരെ പറയും അയാൾക്ക് ഈശ്വര വിശ്വാസമൊന്നുമില്ല, ബട്ട് ഈസ് ഡൂയിങ് റിയലി വെൽ, എത്ര ഹാപ്പിയാണ് അയാൾ അയാളുടെ പൂർവ്വ പുണ്യസഞ്ചയത്തിന്റെ കർമ്മത്തിനെ അനുഭവിച്ച് തീർക്കണേ. ബട്ട് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എനിത്തിങ് ന്യൂ അവിടെ. അത് നമുക്കറിയില്ല അയാൾ എന്താ അവിടെ പുതിയത് ഉണ്ടാക്കണത്. അതിന്റെ ഫലമായിട്ടാണ് ചിലപ്പോൾ നെഗറ്റീവായിട്ടായിരിക്കും ഉണ്ടാവുക. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സാധനം, ഒന്ന് നമ്മുടെ ഫ്രീ വിൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. കുട്ടികൾ എപ്പോഴും ചോദിക്കാൻ എൻ്റെ അടുത്ത്, സാറിന് ചെറുപ്പക്കാർ കൂടുതലൊക്കെ ചോദിക്കുന്നത്, എൻ്റെ മക്കളും എന്നോട് ചോദിക്കാറുണ്ട്, അച്ഛാ എന്താ ഈ എല്ലാം വിധിയാണ്, എല്ലാം കർമ്മമാണ്, പിന്നെ ഫ്രീ വില്ലിൻ്റെ സാധനം പോസിബിലിറ്റി ആണ്. ഭഗവാൻ കൃത്യമായിട്ട് ഇത് അർജുനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് പൂർവ്വത്തിൽ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഫലം നമ്മളിപ്പോൾ അനുഭവിക്കും. ആ അനുഭവിക്കുന്നതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് പക്ഷെ നിന്റെ കയ്യിലാണ്. കാരണം അതാണ്, ആ പ്രതികരണമാണ് അടുത്ത കർമ്മത്തിനെ ഉണ്ടാക്കുന്നത്. പിടിയില്ല. അപ്പൊ നമുക്ക് ഒരു ഭയങ്കര സമൃദ്ധി ഉണ്ടായി, ലോട്ടറി അടിച്ചു, ഇന്നസെന്റ് ആയിട്ടാ കാണിക്കുന്ന മാതിരിയൊക്കെ കാണിക്കാം അല്ലേ? അടിച്ചു മോളെ എന്ന് പറഞ്ഞിട്ട് ബോധം കെട്ട് വീഴാം, മുതലാളി ചീത്ത വിളിക്കാം, ഇറങ്ങി പോവാം, എന്നിട്ട് അവസാനം ഒന്നും അല്ലാണ്ടായിട്ട് തിരിച്ചു വരാം. ഇറ്റ് ഈസ് അപ് ടു അസ്. അടിച്ചു കുഴപ്പമില്ല, എന്നാലും അതിനെ വളരെ സമമായിട്ടുള്ള രീതിയിൽ, വളരെ മിതമായിട്ടുള്ള രീതിയിലും അതിനെ ഹാൻഡിൽ ചെയ്യാം. സിനിമയിലൊക്കെ കാണിക്കുന്നില്ലെങ്കിൽ ദുരന്തം രണ്ട് രീതിയിലാവാം. സമചിത്തയോട് കൂടിയിട്ട് എടുക്കാം. ഇത് എൻ്റെ കർമ്മഫലമാണ്, ഞാൻ അത്രയും ഈ കർമ്മഫലം അനുഭവിച്ച് തീർന്നിരിക്കുന്നു, അങ്ങനെ ചിന്തിക്കാം. എല്ലാം തകർന്നു, എനിക്കിത് ജീവിതമില്ല എന്ന് പറഞ്ഞിട്ട് താഴെ വീഴാം. ഇതിന് ഞാൻ സാധാരണ പറയാറുള്ള ഒരു കഥയാണ്. ഒരു ചെറിയ ഇൻസിഡൻറ്റ്, നിങ്ങൾക്ക് അറിയണ കഥയൊന്നും ഞാൻ പറയില്ല. ഒരു കുഞ്ഞിൻ്റെ മരണം, ആറ്റുനോറ്റ് കിട്ടിയ ഒരു കുഞ്ഞ് മരിക്കുകയാണ്. അച്ഛനും അമ്മയും രണ്ട് തരത്തിലാണ് പ്രതികരിക്കുന്നത്. അമ്മ പറയണു, ഇത്ര കാലം ആറ്റുനോറ്റ് കിട്ടിയ കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ടുള്ള ആ ഗുരുവായൂരപ്പൻ എനിക്കിനി ഇല്ല, അവൻ വെറും കല്ല്, ഞാൻ വിശ്വസിക്കില്ല. അച്ഛൻ പറയണ്, ഗുരുവായൂരപ്പ എൻ്റെ ഏതോ പൂർവകർമ്മം കൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ തീർന്നു പോയത്, ഞാൻ ആ വേദന അനുഭവിക്കണു, അതോടുകൂടിയിട്ട് അത് തീർന്നു, നീ എൻ്റെ മനസ്സിൽ കളിക്കും, എനിക്ക് വേറെ എന്താ മക്കളുടെ ആവശ്യം വരും. പൂന്താനത്തിന്റെ കഥയാണ്. ഒരു ഇൻസിഡന്റാ അനുഭവിക്കുന്ന രണ്ടുപേരും, അച്ഛനും അമ്മയും അനുഭവിക്കുന്ന ഒരേ കർമ്മമല്ല, പക്ഷെ അതിനോടുള്ള റെസ്പോൺസ് മാറിയതുണ്ട്. അതുകൊണ്ട് എന്തുണ്ടായി, വൈകുണ്ഠ വിമാനം വന്നപ്പോൾ ദാ നോക്ക് വൈകുണ്ഠ വിമാനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അടുക്കള എന്നിട്ട് അന്തർജനം വിളിച്ചു പറഞ്ഞു, വയസ്സായിട്ടുള്ളോട് നിങ്ങൾക്ക് തലയ്ക്ക് കിറുക്കാണ്, ചിത്തപ്പരമാണെന്നും അവിടെ മുറ്റത്ത് അടിച്ചു വാരിക്കൊണ്ടിരുന്നിരുന്ന ചൂലിട്ടിട്ട് ആ പണിക്കാരി സ്ത്രീ ചൂല് അവിടെ ഇട്ടിട്ട് തമ്പുരാനെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് അവര് കയറി വരും. മനസ്സിലായോ? അപ്പം അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? കർമ്മത്തിന്റെ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ അതിനെ കാണുന്നു എന്നനുസരിച്ചിട്ടാണ്. മഹാഭാരതത്തില് അറവുകാരനായിട്ടുള്ള ധർമ്മവ്യാധന്റെ കഥ പറയുന്നുണ്ട്. അവൻ വ്യാധന, പക്ഷെ അവൻ ധർമ്മവ്യാധനാണ്. കാരണം അവൻ അറിവിനെ പോലും ഈശ്വരാർപ്പണമായിട്ടാണ് ചെയ്യുന്നത്. അറിവിനെ പോലും. ഇവിടെയാണ് നമ്മൾ സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന സദാചാര സംഭവങ്ങളും നമ്മുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റുകൾ മുഴുവൻ പൊളിഞ്ഞ് താഴെ വീഴും. പിങ്കള എന്ന് പറഞ്ഞ വേശ്യക്കൊക്കെ മോക്ഷം കിട്ടുന്ന കഥകളാണ്. നമ്മൾ സാധാരണ സമൂഹത്തിന് അരികുവൽക്കരിച്ചിട്ട്, ഇപ്പോഴത്തെ സാഹിത്യകാരന്മാരുടെ ഭാഷയാണ് അരികുവൽക്കരണം, ഈ അരികുവൽക്കരിച്ചിട്ട് നിർത്തിയിട്ടുള്ള ആൾക്കാരെ ഒക്കെ പുരാണങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവരൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടാവും. കൃഷ്ണൻ ഒരു ദാസിപ്പെണ്ണിന്റെ കുഞ്ഞിയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഭാഗമില്ല, ഞാൻ വന്നോളാം തൊട്ട് അവിടെ കാലോട് ചവിട്ടി നേരാക്കി മുതുകും നിർത്തിയിട്ട് പോകുന്ന ഒരു ഭാഗമില്ല, താടിക്കൊരു തട്ട് കൊടുത്തിട്ട്. ആ ഭാഗത്തൊക്കെ നടക്കുന്നത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, അവരവരുടെ കർമ്മങ്ങൾ സമൂഹം എത്ര നീചമായിട്ട് കണ്ടിരുന്നെങ്കിലും അത് ഈശ്വരാർപ്പണമായിട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈശ്വരാർപ്പണമായിട്ട് ഏത് നീചകർമ്മവും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിരണ്യകശിപുവിന്റെ കഥ ഏതാ പഠിപ്പിക്കുന്നത്? ഹിരണ്യകശിപുവിന്റെ കഥ ഏതാ പഠിപ്പിക്കുന്നത്? അപ്പൊ കർമ്മം എന്ന് പറയുന്നത് ദുരന്തം മാത്രമല്ല, സന്തോഷമാണ്. അത് ആദ്യം അക്നോളജ് ചെയ്യാൻ പഠിപ്പിക്കണം, അവിടെ നിന്നാണ് ദുരന്തം പറയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കോംപ്ലക്സ് പിടിച്ച് ഒരു ജനതയായിട്ട് മാറും. എല്ലാം എനിക്ക് വരുന്നത് മുഴുവൻ പ്രശ്നമാണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാക്കി നന്മകൾ മുഴുവൻ മറക്കണേ. സൗകര്യം നോക്കൂ, ഏറ്റവും വലിയ കർമ്മത്തിന്റെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ നമ്മൾ ഉണർന്ന് എണീച്ചല്ലോ. ഇന്ന് രാത്രി ഉറങ്ങി നാളെ രാവിലെ എണീച്ചില്ലെങ്കിൽ എന്താ സ്ഥിതി? അപ്പൊ ആ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ഉണർന്നു എന്നുള്ളൊരു ബ്ലെസ്സിങ് കൊണ്ടാ. എനിക്ക് പക്ഷെ മരിച്ചു പോകുന്നതായിരുന്നു ഭേദമെന്ന് പറഞ്ഞവനെ പോലും ഒരു കടാരോ തോക്കിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ കാണാം ജീവനോടുള്ള കൊതി എന്താന്ന്. എന്നാ നീ ചാവ് വെറും വിളിച്ചു നോക്കൂ, ഓടും. അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഞാൻ ശിവന്റെ കാര്യം പറഞ്ഞു. ഭഗവാൻ പറയും, വല്ലാണ്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് തത്വജ്ഞാനം പറയുന്നത് അങ്ങോട്ട് പറയും,
അപ്പോൾ ഓടി. മനസ്സിലായോ? അപ്പൊ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിട്ടാണ്. ആ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നമ്മളെ വളർത്തുന്നതും തളർത്തുന്നതും. ജീവിതത്തിൽ അടികൾ എത്ര കിട്ടിയാലും 10 ഇരട്ടി ശക്തിയിൽ എഴുന്നേൽക്കുന്നവർ ജീവിതത്തിൽ ജയിച്ചു കാണുന്നില്ല. അതവരുടെ ആറ്റിറ്റ്യൂഡല്ലേ. അതേപോലെ തന്നെ ചെറിയ കാര്യത്തിന് വളരെ തളരുക. എല്ലാ സുഖ സൗകര്യവും കൊണ്ട് അച്ഛനമ്മമാർ വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. എന്നാലും പിന്നെയും പരാതി, പരീക്ഷയിൽ എനിക്ക് ജയിക്കാൻ വയ്യ, അത് തോറ്റു ഇത് തോറ്റു, എൻ്റെ കൂട്ടുകാരവന്. ഇന്നത്തെ കുട്ടികളെ നമ്മൾ ധാരാളം കാണുന്നത് നമ്മുടെ തലമുറകളിലുണ്ടായിരുന്നു. അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ കുഴപ്പം, നമ്മുടെ മനസ്സിന്റെ കുഴപ്പമാണ്. ഭിക്ഷു ഗീതയൊക്കെ വായിക്കേണ്ടതിനാണ്. ഭിക്ഷു വിലപിക്കുകയാണ്, എൻ്റെ മനസ്സാണ് കുഴപ്പം, മറ്റുള്ളവരിലല്ല കുഴപ്പം. മനസ്സിലാണ് കർമ്മത്തിന്റെ ബീജാവാപം കിടക്കുന്നത്. ഈ പറഞ്ഞ പോലെ നേരത്തെ വാസനയുടെ കാര്യം ഞാൻ പറഞ്ഞു. ആ മനസ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ സ്വർഗം ഉണ്ടാക്കുന്നത്, നരകം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒന്ന് ചെയ്ത അടുത്തതുണ്ടാവും, അടുത്ത ചെയ്ത അതിൻ്റെ അടുത്തതുണ്ടാവും. അത് പോയിക്കൊണ്ടേയിരിക്കും. അതിൽ മനസ്സ് കുടുങ്ങി നിന്നോ ആ ചക്രത്തിൽ തന്നെ കിടക്കും. എന്ത് വരുന്നാലും അത് ഈശ്വരങ്കലയ്ക്ക് സമർപ്പിച്ച് ഇത് എൻ്റെ അല്ല, അല്ലെങ്കിൽ ഒരു ദുരന്തം അനുഭവിച്ചാൽ അത്രയും കഴിഞ്ഞല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പോണവൻ വളരെ പെട്ടെന്ന് ഈ ചക്രത്തിന്റെ പുറത്ത് കിടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും വളരെ അവർ തപസ്സുകളൊന്നും അല്ലാതിട്ട് പോലും അവർക്ക് മോക്ഷം കിട്ടിയ കഥകൾ പുരാണങ്ങളിൽ കൊടുക്കാനുള്ള കാരണം നമുക്കതിന് ഇൻസ്പിറേഷൻ കിട്ടാനാണ്. ഞാൻ അത് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് ക്ലിയർ ആക്കാൻ നിങ്ങൾ അടുത്ത സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിനെ നിങ്ങൾ വഴിയാധാരാക്കി വരും. ആ ചോദ്യത്തിനൊരു ജീവനുണ്ടല്ലോ, അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പറയും. സാക്ഷി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജന്മത്തിൽ നിന്ന് അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ സാക്ഷി എപ്പോഴും ഉണ്ടായിരിക്കും. സാക്ഷി നമ്മുടെ ആത്മാവ് തന്നെയാണ്. അതങ്ങനെ കൂടെ നടക്കണ ഒരാളൊന്നുമല്ല. അതിനൊരു ക്യാരക്ടർ ഉണ്ട് പുരാണത്തിൽ, ഞാൻ പറഞ്ഞുള്ളൂ. ഒരു ശരീരം മാറി അടുത്ത ശരീരം എടുക്കുമ്പോൾ മനസ്സ് കൂടെ ഉണ്ടായിരിക്കും, ശരീരം മാറണം. മനസ്സ് അതിന്റെ ഒരു റൂഡിമെന്ററി ഫോമിൽ, ഒരു ചെറിയ ഫോമിൽ ഉണ്ടാവുള്ളൂ. മുഴുവൻ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പോഴുള്ള അച്ഛനമ്മ അംഗീകരിക്കില്ലല്ലോ. എൻ്റെ അന്നത്തെ അച്ഛനമ്മയാണ് എനിക്ക് കാണേണ്ടതെന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ ഈ പെട്ടെന്ന് പോയിട്ട് 5 വയസ്സുള്ള കുട്ടി പോയിട്ട് അന്ന് 50 വയസ്സുള്ള സ്ത്രീയെ പോയിട്ട് ഡീ കുറച്ച് ചായ ഉണ്ടാക്ക് ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ആത്മാവിന് ഈ എന്താ പറയാ, സാക്ഷി എന്ന് പറയുന്നതിനെ ആദ്യം കണ്ടെത്താനുള്ള എന്താ സാക്ഷി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. നമ്മൾ പലപ്പോഴും വളരെ സങ്കടപ്പെടുമ്പോഴും ഉള്ളിൽ ഇരുന്നിട്ട് ഒരാൾ എന്തിനാ കരയണം ഇങ്ങനെ എന്ന് ചോദിക്കുന്നു. ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ഒരാളോട് നമ്മൾ സംവദിക്കുമ്പോഴും ഒരാൾ നമ്മുടെ അടുത്ത് മാറി നിന്നിട്ട് എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വല്ലാണ്ട് അമിതമായിട്ട് ആർത്ത് തിമർത്ത് ആഹ്ലാദിക്കുമ്പോൾ ഒന്ന് മാറി നിന്നിട്ട് ചോദിക്കുന്നു എന്തിനാ ഇത്ര ഓവറായിട്ട് ആഹ്ലാദിക്കുന്നത്, ഒന്ന് ബാലൻസ് എന്ന്. ആ ഒരു സാധനത്തിനെ തിരിച്ചറിയുക എന്നുള്ളത് കൊച്ചു കുട്ടിക്കാലം തൊട്ട് കുട്ടികളെ പഠിപ്പിച്ചാറുണ്ടല്ലോ. വേറെ ഒരു ആധ്യാത്മിക വിദ്യാഭ്യാസം നിങ്ങൾ ചെയ്തു കൊടുക്കണം. സാക്ഷി എന്ന് പറഞ്ഞത് അതാണ്. അവനവനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. ഒരു സ്ഥലത്ത് ഒരു ആൾക്കൂട്ടത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം. നമ്മൾ 10 പ്രാവശ്യം ഡ്രസ്സ് നേരാം, ഷർട്ട് നോക്കുന്നു, അല്ലെങ്കിൽ ചുരിദാർ നോക്കുന്നു. നമ്മുടെ ബിഹേവിയറിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനെക്കാട്ടിലും ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. ഈ ചിന്ത ഇപ്പം എനിക്ക് എവിടുന്നാവുന്നു, അതിന് ട്രിഗർ ചെയ്തത് എന്താ? ഏത് നല്ല ചിന്തയാവട്ടെ ചീത്ത ചിന്തയാവട്ടെ, ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരുത്തൻ ആത്മവിചാരം ചെയ്യണവനാണ്. അവന് വേറെ ഒരു മന്ത്രത്തിൻ്റെ ആവശ്യമില്ല, അവന് ഒരു ഗുരുനാഥൻ്റെ ആവശ്യമില്ല. അവൻ ആത്യന്തികമായിട്ട് എത്തേണ്ട സ്ഥലത്തെത്തും, അല്ലെങ്കിൽ കിട്ടേണ്ടത് കിട്ടും, തിരിച്ചറിയേണ്ടത് തിരിച്ചറിയും. അതുകൊണ്ട് സാക്ഷി എന്ന് പറയുന്നത് അതൊരു ഭാവമാണ്. നമുക്ക് പല ഭാവങ്ങളില്ല. മാതൃഭാവം, ഭാര്യാഭാവം, ഭർത്തൃഭാവം, പുത്രഭാവം, പുത്രിഭാവം, അതുപോലെ ഭാവമാണ് നമ്മൾ. അല്ലാണ്ട് അത് ആത്മാവിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒപ്പം നടക്കുന്ന ഒരാളല്ല. മനസ്സ് എന്ന് പറയുന്നത് ഏത് ശരീരത്തിൽ ആ ആത്മാവ് നിൽക്കുന്നോ ആ ശരീരമാണ് ഞാൻ എന്ന് പറയിപ്പിക്കുന്ന ആ ഫസ്റ്റ് ചിന്ത ഉണ്ടല്ലോ, അതാണ് മനസ്സ്. അതിൽ പിടിച്ചിട്ടാണ് ഈ ബാക്കി സകലത് നമ്മൾ ബിൽഡ് ചെയ്യണം. അച്ഛൻ, അമ്മ, എൻ്റെ വീട്, എൻ്റെ ബന്ധുക്കള്, എൻ്റെ കുടുംബം, എൻ്റെ വസ്ത്രം, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, അങ്ങനെ പോവുന്നത്. എൻ്റെ ഇൻക്രിമെന്റ്, എൻ്റെ പെൻഷൻ, പിന്നെ അങ്ങനെ പോകണത്. ഞാൻ ആണ് ഈ ശരീരം. അവിടെയാണ് മനസ്സിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അതിൽ പ്രപഞ്ചത്തിന്റെ താളവുമായിട്ട് താളപ്പഴകൾ ഇപ്പുറത്ത് ഉണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മുടെ കൈവിട്ട് പോകും. അനുഭവം കൊണ്ട് പഠിക്കേണ്ടത്. ഞാനിതിപ്പോൾ എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു പരിധിയുണ്ട്. മനസ്സുകൊണ്ട് മനസ്സിലാകില്ല ഇതിൽ പലതും. കാരണം മനസ്സാണ് കുഴപ്പം.
ഈ കുഴപ്പം പിടിച്ച ആളെ വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കും. അത് മനസ്സിലാക്കി പറയില്ലേ, മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായത് കൂടെ മനസ്സിലാകാതെ പോകുന്നു, മനസ്സിലായോ എന്ന് ചോദിക്കും. അതെ. പക്ഷെ ആ ചോദ്യങ്ങൾ നല്ലതാണ്. ആത്മവിചാരം ചെയ്യണതിന്റെ ആദ്യ പടവുകളുള്ള ആ ചോദ്യങ്ങളൊക്കെ അത് നല്ല ചോദ്യങ്ങളാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ എത്ര ചെറുപ്പത്തിൽ സാധിക്കുമോ അത്രയും നല്ലത്. പരദേവതാ സങ്കല്പം പറഞ്ഞല്ലോ, അപ്പം നമ്മുടെ കുലദേവതാ സങ്കല്പം അത് തന്നെയാണോ? അതായത് കുലദേവതയെ നമ്മൾ എങ്ങനെ അറിയുന്നത്? അതേ ഞാൻ പറഞ്ഞത്, കുലദേവത പരദേവത എന്നുള്ളത് ഇന്ന് ഇന്റർചേഞ്ചിങ് ആയിട്ടും ധർമ്മദേവത എന്നൊക്കെ പറഞ്ഞത് ഇന്റർചേഞ്ചിങ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പം ചിലയിടങ്ങളിൽ അതിന് കൃത്യമായിട്ട് ഡിമാർക്കേഷൻസ് ഉണ്ട്. ചിലർ പറയും വീട്ടിൻ്റെ അകത്തിരിക്കണതാണ് ഈ കുലദേവത, പുറത്ത് തൊട്ട് ഒരു അമ്പലത്തിൽ ഇരുന്ന പരദേവത എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇന്ന് ദേശവ്യത്യാസം അനുസരിച്ച് പറയുന്നത്. ആത്യന്തികമായിട്ട് ഇത്രയേ ഉള്ളൂ, ഒരു ജനറ്റിക് പൂളിനായിട്ട് ഒരു ദേവതാ സങ്കല്പത്തിന് സങ്കല്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ കുലദേവത പരദേവത ധർമ്മദേവത എന്താ ചെയ്യുന്നത്? കുലത്തെ സംരക്ഷിച്ചത് കുലദേവത. ഒരു കുടുംബത്തിന്റെ താവഴികളെ മുഴുവൻ സംരക്ഷിക്കുന്നത്. ആ കുടുംബത്തിലുള്ളവർ മുഴുവൻ പരമമായിട്ട് പ്രധാനമായിട്ടും ആചരിക്കേണ്ടതെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പരദേവത. ആ കുടുംബത്തിന്റെ എന്തൊക്കെ ആക്ടിവിറ്റികളുണ്ടോ അവരുടെ ധർമ്മം ജനിപ്പിക്കണേൽ അവരെ സഹായിക്കേണ്ടത്. ഇപ്പൊ അവരൊരു കച്ചവട കുടുംബമാണ്, ഒരു ബിസിനസ് ഫാമിലിയാണ്, അതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ഉപാസന ഉണ്ടെങ്കിൽ അത് ധർമ്മദേവത. ഇങ്ങനെയും ക്ലാസിഫിക്കേഷൻ. ഇനി ഇതെങ്ങനെ കണ്ടെത്താം? അത് പറയും. ഇത് എൻ്റെ ഒരു നമ്മുടെ കുലദേവത പറഞ്ഞിട്ടൊരു പ്രഭാഷണം യൂട്യൂബിൽ, അതൊന്ന് വിസ്തരിച്ച് കേൾക്കുക. അനവധി കുടുംബങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങൾ വീണ്ടെടുക്കാൻ ഗുരുവായൂരപ്പൻ നിയോഗം ഉണ്ടാക്കിയിട്ടൊരു പ്രഭാഷണമാണ്. ഞാൻ പക്ഷേ ഈ അമ്മ ചോദിച്ച ഈ കാര്യത്തിന് ഞാനൊന്ന് വളരെ ചുരുക്കി പറയാം. അത് വലിയ ടെക്നിക്കലി കുറച്ച് പണിയുള്ള ഒരു കാര്യമാണ്. ഒരിക്കലും അവനവൻ്റെ ജാതകം ഒറ്റയ്ക്ക് എടുത്തിട്ട് ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ കുലദേവതയെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ കുടുംബത്തിൻ്റെ വ്യത്യസ്ത താവഴികളിൽ, അതായത് നമ്മുടെ തന്നെ കൂടപ്പറപ്പുകളെ കൊണ്ടിട്ടും കാര്യമില്ല. ഇപ്പോൾ ചെറിയമ്മയുടെ മക്കള്, വലിയമ്മയുടെ മക്കളോ അല്ലെങ്കിൽ ചെറിയച്ഛൻ്റെ മക്കള്, നമ്മുടെ സമുദായത്തിന് അനുസരിച്ചിട്ട് ഏത് പരദേവത അച്ഛൻ വഴിക്കണോ അമ്മ വഴിക്കണോ കണ്ടെത്തുന്ന ആ വഴിക്കുള്ള കുറച്ച് ബന്ധുക്കൾ, കുറഞ്ഞതും 3 പേര് നമ്മുടെ അടക്കം ജാതകങ്ങൾ എടുത്തിട്ട് പ്രശ്നം വെക്കണം. ജാതകം നോക്കിയാൽ കിട്ടില്ല. ജാതകം നോക്കിയാൽ നമ്മുടെ ഉപാസനാമൂർത്തി കിട്ടും, പൂർവ്വത്തിൽ നിന്നുള്ളത്. പരദേവത കിട്ടണമെന്നില്ല. പലപ്പോഴും മിസ്റ്റേക്ക് പറ്റണം അവിടെയാണ്. നേരെ മറിച്ച് നമ്മൾ എന്താ പറയുക, സർവേ ചെയ്യുമ്പോൾ സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ എറർ കുറയും അല്ലേ? സർവേ അറിയണവർക്ക് അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാം. അതേമാതിരി സാമ്പിൾ സൈസ് വാരീഡ് ആയിരിക്കണം. ഒരേ ലോട്ടിൽ നിന്ന് സാമ്പിൾ സൈസ് എടുക്കരുത്. ഒരു കോളനി പോയിട്ട് ഇന്ന ആൾ ഇലക്ഷനിൽ ജയിക്കുമോ എന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ 10 തരം കോളനികളിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതേ ആ ഒരു കുടുംബത്തിന്റെ ട്രീയിൽ കുറച്ച് വ്യത്യാസമുള്ള താവഴികളിൽ നിന്നൊക്കെ സമാന മനസ്കരായിട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരും. താല്പര്യമുള്ളവനായിരിക്കണം. അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് ഒന്നുമില്ലെങ്കിൽ വീട്ടിലോ, കഴിവതും സ്വന്തം വീട്ടിൽ, അല്ലെങ്കിൽ പരദേവതാസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ തറവാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥാനത്താണെങ്കിൽ വളരെ ഉത്തമം. ഇനി അതും പറ്റിയില്ലെങ്കിൽ ജ്യോത്സ്യൻ്റെ അവിടെ ആവാം. പ്രശ്നം എടുക്കണം, കഴിവതും അഷ്ടാംഗലിലെ പ്രശ്നം, അല്ലെങ്കിൽ സ്വർണ്ണ പ്രശ്നം. വെറ്റിലെടുത്താൽ പോലും പോലെ. അങ്ങനെ എടുക്കുമ്പോൾ ആ ആരോടൊക്കെ കൃത്യമായിട്ട് കാണും ഏതാണ്, ആണാണോ പെണ്ണാണോ, എത്ര തലമുറയായിട്ട് വാസിച്ചിട്ടുണ്ട്, ഏത് ദിക്കിലപ്പം മറിഞ്ഞു കിടക്കണം, ഇപ്പം അതിന് ശരീരമുണ്ടോ, അതായത് വിഗ്രഹം ഉണ്ടോ, അത് മണ്ണിൽ പൊതിഞ്ഞു കിടക്കണോ, അതിന് അംഗഭംഗം വന്നിട്ടുണ്ടോ, അതിൻ്റെ ഏത് അംഗഭംഗമാണ് വന്നിരിക്കുന്നത്, അതിന് കഴുത്ത് മുറിഞ്ഞിട്ടുണ്ടോ, മരണകാരനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കഴുത്ത് വെട്ടുക, അര വെട്ടുക ഒക്കെ ചെയ്താൽ. നേരെ മറിച്ച് റിപ്പയറബിൾ ആണ്. കൈ മുറിഞ്ഞു, വിരലറ്റു, അതൊക്കെയാണ് റിപ്പയറബിൾ ആണ്. നമ്മളാണെങ്കിലും ഫ്രാക്ചർ ആണെങ്കിലും നമ്മൾ നേരാക്കില്ല, നമ്മൾ ആളെ എടുത്ത് പുറത്ത് കളയില്ല. അയാളെ കാലൊടിഞ്ഞു പറഞ്ഞിട്ട് എന്നാൽ പുറത്ത് കളയില്ല. നേരെ മറിച്ച് മരണകാരണമാവുന്ന ക്ഷതങ്ങൾ അത് പ്രതിമകൾക്കും അങ്ങനെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലിരിക്കുന്ന പ്രതിമകൾക്കും കയ്യേ കാല് ചെറിയ പൊട്ടൽ വെച്ച് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനൊന്നും നേരാക്കുക, അവിടെ വയ്ക്കാം. നേരെ മറിച്ച് കഴുത്ത് മുറിഞ്ഞു, അര മുറിഞ്ഞു, മരണകാരണമാവുന്ന ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതിമ പിന്നെ ഒഴിക്കരുത്. അതേപോലെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി ഉണ്ട്. വെറുതെ റിക്കവറി പോരാ. ആ റിക്കവറിയിൽ ചിന്തിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ദുരിതവുമായിട്ടായിരിക്കും കിടക്കേണ്ടത്. എന്താ ഈ ദുരിതം? പൂർവീകർ നെഗ്ലക്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള എന്തൊക്കെ കർമ്മഫലങ്ങളുണ്ടോ ആ കർമ്മഫലങ്ങൾ മുഴുവൻ. ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഒരു കഷ്ണം അവിടെ വരും. നമ്മുടെ കർമ്മഫലം ദേവതയ്ക്ക് അടിച്ചിട്ടുണ്ട്, പൂർവീകർ ചെയ്തു വെച്ച് തന്നെ. അങ്ങനെ കിടക്കണ ആ ദുരിതത്തോട് കൂടിയിട്ടാണ് കല എന്ന് പറയും, ആ ദേവതയുടെ ചൈതന്യം അത്. അപ്പൊ ആ ദുരിതത്തിനെ ആദ്യം വേർപെടുത്തണം, എന്നിട്ട് ഇതിനെ ശുദ്ധാക്കണം, എന്നിട്ട് ഇതിന് പുതിയ ശരീരം കൊടുക്കണം. ഈ ക്രമം ഉപദേശിക്കണം ജ്യോതിഷം. ഇതാണ് ഇതിന്റെ റൂട്ട്. അത് സങ്കേതമായിട്ട് പറയുമ്പോൾ ജ്യോതിഷന്മാർക്ക് അവരുടെ ഭാഷയുണ്ട്, അവരത് നന്നായി പഠിച്ചവർക്ക് ഇത് പറഞ്ഞു തരാൻ സാധിക്കും. പക്ഷെ ഇതിന് നമ്മൾ എടുക്കേണ്ടതാണ്. നമ്മുടെ ഒറ്റ ഒരാളുടെ
മാത്രം എടുത്തു കൊണ്ടുപോയിട്ട് നടക്കില്ല. ഇനി ഇത് കണ്ടെത്താൻ നമ്മളൊരു ഇനീഷ്യേറ്റീവ് ഇറക്കുമ്പോൾ ചിലവർക്ക് ഭയങ്കര തടസ്സങ്ങൾ വരും. നമ്മൾ കുലദേവത കണ്ടെത്താൻ പോകുമ്പോൾ അതിന് ഞാൻ അതിലൊരു മാർഗം പറഞ്ഞിട്ടുണ്ട്. അത് കൈകണ്ട മരുന്നാണ്, ശരിക്കും വർക്കൗട്ടാവും. കുലദേവത അറിയുന്നില്ല, ആരും നമുക്ക് സഹകരിക്കാനുമില്ല, എന്നാൽ ദുരിതം ഒഴിയുമില്ല. എത്ര പണിപ്പെട്ടിട്ടും കുലദേവത കണ്ടെത്താൻ പറ്റില്ല. ഒരു ചൊവ്വയോ വെള്ളിയോ പുരുഷനോ സ്ത്രീയോ ആണെന്ന് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ അധികം കുലദേവത പറഞ്ഞാൽ സ്ത്രീയായിരിക്കും. പക്ഷെ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങൾക്കൊന്നും അങ്ങനെ ആവുന്നില്ല. ശാസ്താവ് വെങ്കടേശ്വര സ്വാമിയൊക്കെ കുലദേവതയായിട്ടുള്ള ധാരാളം കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുരുഷനാവാം. ചില ഇടങ്ങളിൽ വേട്ടേക്കരനോ, കേരള കുടുംബങ്ങളിൽ തന്നെ വേട്ടേക്കരൻ പരദേവതയായിട്ടുള്ള എത്ര വീടുകളുണ്ട്. ഇപ്പം എനിക്കൊക്കെ ഭുവനേശ്വരിയാണ്. നമ്മളൊക്കെ ഈ സാമൂതിരിയുടെ പടയോട്ടത്തിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള കുടുംബങ്ങളുടെ നായർ സമുദായത്തിൽ ഞാൻ ജനിച്ചതുകൊണ്ട് അമ്മ മരുമക്കത്തായ മാർഗ്ഗമായതുകൊണ്ട് ആ വഴിക്കണം. എനിക്ക് എൻ്റെ അച്ഛന് അന്നപൂർണേശ്വരിയാണ്. പക്ഷെ ഞാൻ അന്നപൂർണേശ്വരി അല്ല. അന്നപൂർണേശ്വരി ഞാൻ വന്ദിക്കും, പക്ഷെ എനിക്ക് ഭുവനേശ്വരിയാണ് ഞാൻ പൂജിക്കേണ്ടത്. സമ്പ്രദായമാണ്. അവിടെ നമുക്ക് ഇത് ബ്രഹ്മല്ലേ, രണ്ട് വഴിക്ക് ഒന്നല്ലേ എന്നൊന്നും പറഞ്ഞു കാര്യം. എന്താണോ സമുദായ സമ്പ്രദായം അത് തന്നെ വരണം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആ ജനിതകത്തിനെ റെസ്പെക്ട് ചെയ്യണം. നേരെ കുറിച്ച് ഉപാസനയിൽ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സ്വന്തം ഉപാസനയിൽ നമുക്ക് ഏതിനെ വേണമെങ്കിലും നമുക്ക് ആരാധിക്കാം. ഇനി അമ്മയുടെ വഴിക്ക് മാത്രമേ ഞാൻ ആരാധിക്കുള്ളൂ, അല്ലെങ്കിൽ അച്ഛൻ്റെ വഴിക്ക് മാത്രമേ ഞങ്ങളുടെ സമുദായത്തിൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ദേവതയെ നിരാകരിക്കേണ്ട ആവശ്യമില്ല. ആ ദേവതയെ വണങ്ങിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അതിനും വലിയ ഫലങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദേവതയെ അവിടെ കണ്ടെത്താൻ നമുക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നിഷ്ഠയായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ജലമെടുത്ത് കയ്യിലൊഴിച്ച് സങ്കല്പിക്കുക. നമ്മുടെ ഇഷ്ടദേവനെ മനസ്സിൽ വിചാരിച്ചിട്ട് ഭഗവാനെ ഞാൻ എൻ്റെ പരദേവത കണ്ടെത്താൻ ഒരു ശ്രമം തുടങ്ങുന്നു. അതിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നിറമിട ജലം സമർപ്പിക്കുക. അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതിക്ക് ഒരു ഹോമത്തിന് കൊടുക്കുക. ആ ഹോമം നമ്മൾ അറ്റൻഡ് ചെയ്യണം. ചീട്ടാക്കിയിട്ട് ഓടി രക്ഷപ്പെടുക. 11 മണിക്ക് പോയിട്ട് നെല്ലിമലർ വാങ്ങാൻ നിൽക്കുക. രാവിലെ നടക്കുമ്പോൾ അവിടെ പോകണം. ആ ഹോമം കത്തിക്കൊണ്ടിരിക്കും, ആഹുതി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഞാൻ എൻ്റെ പരദേവത കണ്ടെത്താനുള്ള ഒരു ആത്മാർത്ഥ ശ്രമം നടത്തുകയാണ്. എനിക്ക് ആരും സഹായത്തിനില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളിൽ മാർഗത്തിൽ വേണ്ടി അതൊക്കെ മാറ്റിയിട്ട് എനിക്ക് വഴി കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഗണപതിക്ക് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ നമ്മുടെ പിതൃക്കളോട് പറയണം, നിങ്ങൾ ആരാധിച്ച ആൾ ആരാണെന്ന് എനിക്കറിയില്ല, അത് നമുക്ക് കൈമോശം വന്നു പോയിട്ടുണ്ട്, അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പോലും അറിയില്ല, ആ മാർഗം ഞാൻ അന്വേഷിച്ച് പോകണം, നിങ്ങളുടെ സമ്പൂർണ്ണ സഹകരണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് വേണ്ടി വന്ന ഒരല്പം 3 പ്രാവശ്യം ജലം തർപ്പണമെങ്കിലും ചെയ്തിട്ട് അവരെയും ആരാധിക്കുക. അതിനുശേഷം നമ്മുടെ ഇഷ്ടദേവനെ വീണ്ടും പ്രാർത്ഥിച്ചതിന് ശേഷം നന്നായിട്ട് ആ പരദേവതയോട് പറയുക, അമ്മേ അച്ഛ വട്ടവ, നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഒരാളാണോ ഇനി 2 പേരാണോ 3 പേരാണോ എന്നും എനിക്കറിയില്ല. എൻ്റെയും എൻ്റെ പൂർവികരുടെ അശ്രദ്ധ കൊണ്ടോ അലസത കൊണ്ടോ അഹങ്കാരം കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ നിങ്ങൾ മറിഞ്ഞുപോയി, അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ വന്ന ദുരിതങ്ങൾ പടയോട്ടങ്ങളോ ആക്രമണങ്ങളോ കൊള്ളകളോ കൊണ്ട് നശിച്ചു പോയതായിരിക്കാം. അങ്ങനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണമെന്നാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ വെളിവാകണം, എനിക്ക് നിങ്ങൾ നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയാറാക്കി തരണം. അതിനായിട്ട് ഞാൻ ഇന്ന് തൊട്ട് ഇത്ര ആഴ്ച, അത് മനസ്സിൽ തോന്നും, കുറഞ്ഞത് 21 ആഴ്ച, ഒറ്റ ദിവസം മതി, ആഴ്ചയിൽ ഒരു ദിവസം സെപ്പറേറ്റ് ആയിട്ട് നെയ്വിളക്ക്, നമ്മുടെ ദീപാവലി ചേരാതെ കൊളുത്തുന്ന വിളക്ക് കൂടാതെ വെക്കാന്ന് പ്രാർത്ഥിക്കുക. പൂജാമുറി ആ ദേവതയെ സങ്കല്പിച്ച് വയ്ക്കുക. 7 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിന് മാറ്റം വരണം. പലർക്കും 3 ആഴ്ച കഴിയുമ്പോഴേക്കും കിട്ടിയിട്ടുണ്ട്. 20-30 കൊല്ലം അന്വേഷിച്ച് കിട്ടാത്ത ഒരു രക്തേശ്വരിയെ ഈ അടുത്ത കാലത്ത് വെറും 3 ആഴ്ച കൊണ്ട് ഒരാൾക്ക് കിട്ടി. ഞാൻ ഈ വിദ്യ പറഞ്ഞു കൊടുത്തവരുണ്ട്. ഞാൻ അത്ര കൈകണ്ട വിദ്യ ഇത് ചെയ്താൽ മതി. അതവിടെ തെളിഞ്ഞ് കിട്ടും. തെളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ റിക്കവർ ചെയ്യാനുള്ള പണി എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോണം. കാരണം നമ്മൾ അപേക്ഷിച്ചിട്ട് അവർ തെളിഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ വെച്ച് വയ്ക്കരുത്, അവൻ ലീവിൽ വരട്ടെ, പൈസ ആവട്ടെ. കുറഞ്ഞ പക്ഷം തിരിച്ചറിഞ്ഞാൽ ആ ദേവതയെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പിന്നെ വളക്ക് വെക്കൽ തുടരെ വീട്ടിൽ. എങ്ങനെ എവിടെ തെളിഞ്ഞു വരുമെന്ന് പറഞ്ഞു പ്രശ്നം ഞാൻ 21 ആഴ്ച വെച്ച് കഴിഞ്ഞാലാണ് ഞാൻ പ്രശ്നം വെക്കാൻ പോകാന്ന് ആ അമ്മയോട് പറഞ്ഞേക്കണം. അപ്പൊ എനിക്ക് തെളിഞ്ഞാൽ മതി. അത്രയും ടൈം കൊടുക്കുക. ചിലപ്പോൾ എന്താ ഒരു 7 ആഴ്ച കഴിയുമ്പോഴേക്കും ഈ പ്രശ്നം വെക്കണതിന് മുന്നേ തന്നെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നറിയും, നിങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പണ്ട് അവിടെ ഒരു പറമ്പുണ്ടായിരുന്നു, അവിടെയൊക്കെ പൂജ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയുക ആരെങ്കിലും. ഇന്നാളെ അങ്ങനെ ഗണ്ടാകരണനെ കിട്ടിയ ഒരാൾക്ക് പാലക്കാട് ഇതേ ഉണ്ടായത്. വെറുതെ അങ്ങനത്തെ ടോപ്പിക്കേ സംസാരിക്കാത്താണ് റിയൽ എസ്റ്റേറ്റ് കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ പറയുന്നത്, നിങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ഗണ്ടാകരണന് പൂജ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നെ എനിക്ക് പോയി അന്വേഷിച്ചോ. പോയി നോക്കിയപ്പോൾ ഗണ്ടാകരണനാ. അപ്പം പോയിട്ട് പ്രശ്നം വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ സൂചന കിട്ടിയ ഉടനെ പ്രശ്നം വയ്ക്കുക. ഇല്ലെങ്കിൽ
ആ പറഞ്ഞ സ്റ്റിപ്പുലേറ്റഡ് ടൈം പൂർത്തീകരിച്ചാൽ ഉടനെ പോയിട്ട് ഒരു ദിവസം പോലും വൈകിക്കാണ്ട് പോയിട്ട് പ്രശ്നം എടുക്കും. അപ്പോഴേക്കും നിങ്ങൾ ഈ ടീമിനെയൊക്കെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവണം. ഈ ബന്ധുക്കളുടെ 3 പേര് കുറഞ്ഞത് പോകണം, ദക്ഷിണ കൊടുക്കുക അവിടെ. പിന്നെ ആ വരുമ്പോൾ നമ്മൾ വരണേൻ്റെ ലക്ഷണങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ഷേത്ര നിർമ്മാണം നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ ആരാധന ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ദൈവജ്ഞന്മാർക്ക് പറയാൻ പറ്റും. നിമിത്തം മാത്രം നോക്കിയിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് കേട്ട ശബ്ദം, നിങ്ങൾ ഏത് വശത്തിൽ കൂടെ വന്നു, നിങ്ങളിൽ ആരാണ്, പുരുഷനാണോ സ്ത്രീയാണോ പ്രശ്നം ആദ്യം ചോദിച്ചത്, അതൊക്കെ ഉണ്ട്. സ്ത്രീ ചോദിച്ചാൽ പറയും ഇത് പരദേവത പെണ്ണാന്ന് പറയും. പുരുഷനാണ് ഇടയിൽ കയറി സ്ത്രീ പറഞ്ഞത് തിരുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെ ഉപാസിച്ചിരുന്നു, പിന്നെ അത് പുരുഷനാക്കി വീണ്ടും സ്ത്രീയായിരുന്നു. കാരണവന്മാർ മാറ്റിക്കളിച്ചത് ഒക്കെ പറയും. ഇനി ഇതിലെ ഈ ദേവതറൊപ്പം ഏതെങ്കിലും കാരണവരുടെ പ്രേതം സമർപ്പിക്കാണ്ട് ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അത് കാണും. ആ കാരണവരുടെ പ്രേതം ലോക്കായതായിരിക്കും ചിലപ്പോൾ ഈ പരദേവത നശിച്ചു പോകാൻ തന്നെ കാരണം. ആ ക്ഷേത്രം ഇല്ലാണ്ടായി പോയത്. അപ്പൊ ആ പരദേവതയെ ആദ്യം അതിന് മോചിപ്പിക്കണം, കാരണവരെ മോചിപ്പിക്കണം, ദുരിതം മാറ്റണം. ഇങ്ങനെ പണികളുണ്ട്. കാരണം അത്ര കോംപ്ലിക്കേറ്റ്. മന്ത്രസിദ്ധിസ്തു കേരള എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കേരളം അതിന്റെ സ്ഥലം. ഇന്ന് എത്ര ചപ്പും ചവറയുണ്ടോ അതിന്റെ നേരെ അപ്പുറത്തൊരു ഫേസ് ഈ ഭൂമിയിലൂടെ ഉണ്ടായിരുന്നു. അത്ര ഗംഭീരന്മാർ നടന്ന സ്ഥലമാണ്. ഒരു ടെക്നോളജിയുടെ ആവശ്യമില്ലാണ്. അവിടുന്ന് നമ്മൾ ഇന്ന് ഈ പുഴുക്കളുടെ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. അതിന്റെ ഫല നമ്മൾ അനുഭവിക്കുന്നു. അപ്പൊ അതുകൊണ്ട് സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട്, സ്നേഹത്തോട് കൂടിയിട്ട്, ഇനി എത്ര പ്രശ്നം വെച്ചിട്ടും കണ്ടെത്തിയില്ല, അല്ലെങ്കിൽ അതിന്റെ സാഹചര്യം ഇല്ല, ഒരു തരത്തിലും വഴിയില്ല, ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ളവരോ ഒരു സപ്പോർട്ടും ഇല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ പോയിട്ട് പ്രശ്നം വെക്കാനൊന്നും പറ്റില്ല. അവർക്ക് ചെയ്യാവുന്ന ലളിതമായിട്ടുള്ള മാർഗം ആ പരദേവത ആരാണെങ്കിലും സന്തോഷിക്കണേന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ വിളക്ക് വെപ്പ് ജീവിതകാലം മുഴുവൻ ചെയ്യും. തന്നെ ദോഷം മാറും, തന്നെ മാറും. എൻ്റെ വീട്ടിൽ പണ്ടൊരു ലക്ഷ്മീനാരായണ സാളഗ്രാമം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അത് ലക്ഷ്മീനാരായണ സാളഗ്രാമാണെന്ന് പോലും അറിയാണ്ട് ആണിയടിക്കാൻ വരെ എടുത്ത് ഉപയോഗിച്ചിരുന്നു ആ തറവാട്ടി. എൻ്റെ അമ്മൂമ്മയുടെ അമ്മൂമ്മ ഏകാദശി കാലം കൂട്ടിയത് ഒരു ബർമയിലായിരുന്നു ഒരുപാട് വർഷം. അപ്പോൾ ആ അമ്മമ്മ അത് ഏകാദശി കാലം കൂട്ടിയ ആളെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കറക്റ്റ് ചെയ്ത് അതിൻ്റെ പുരസ്കരണം മുഴുവൻ അവസാനിപ്പിച്ച ആൾ അവസാനം ശരീരം വിടുന്ന സമയത്ത് ഈ കല്ല് ഇവരുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ ശ്രാദ്ധം ചെയ്യുമ്പോൾ ഇതവിടെ വെച്ചേക്കണം. ഞാൻ ഉപാസിച്ചതാണ്, ഇതവിടെ വെച്ചേക്കണം എന്നുള്ളതല്ല. അപ്പം ഇവർക്ക് ഇത് എന്താ കല്ലെന്നല്ല. ഇവരൊക്കെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്, സിംഗപ്പൂരും അവിടെയൊക്കെ ഇരുന്ന് ഇവർ ഈ കല്ലും വയ്ക്കും. എന്നിട്ട് പഴയ നായന്മാരുടെ രീതിക്ക് രാത്രി ദോശയും മട്ടൻ കറിയും കൊടുക്കും. അങ്ങനെയായിരുന്നു. ഇത് വർഷങ്ങൾ പോയിട്ട് ആ കല്ല് പിന്നെ ആരൊക്കെ കുട്ടികൾ എടുത്ത് കളിച്ചു. എൻ്റെ ഓർമ്മയിൽ തന്നെ അതിൽ ഇനാമൽ പെയിന്റ് വീണിട്ടുള്ള ഓർമ്മയുണ്ട് അവിടെ കിടക്കണത്. അത് ആണിയടിക്കാൻ ഉപയോഗിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റെപ്പ് അപ്പ് ഉണ്ടായിരുന്നു പണ്ട്. ഈ സ്റ്റെപ്പ് അപ്പ് ഉണ്ടാവും, കറണ്ടിന്റെ വോൾട്ടേജ്. ആ സ്റ്റെപ്പ് അപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്ന് ഇതെടുത്ത് ഇട്ടൊന്ന് കൊടുക്കും. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് വീണ്ടും ഓടാവും. അങ്ങനെ വരെ അത് ചെയ്യണം ഞാൻ. അത് പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാനും അനിയനും, ഞാനന്ന് ദുബായിലുള്ള കാലത്താണ് ആ സംഭവം നടന്നത്. അവൻ എന്നോട് പറഞ്ഞു, ചേട്ടാ അപ്പാഴേ ആ സാളഗ്രാമം ഒരു പ്രശ്നമുണ്ട്, അതൊരു സാളഗ്രാമമായിരുന്നു ആദ്യം അവനവൻ. അങ്ങനെ ഞാനത് പ്രശ്നം എടുത്ത് നോക്കി. എനിക്ക് പണി അറിയണമെങ്കിൽ ഞാൻ തന്നെ നോക്കി. ഞാൻ നോക്കി അത് സാളഗ്രാമമാണ്. അത് ലക്ഷ്മീനാരായണ സാളഗ്രാമം, അസറ ഒന്നാന്തര സാളഗ്രാമം. അപ്പോൾ ആ ദോഷം ബാക്കിയുള്ള സകല താവഴികളിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുതല്ലോ എന്ന് കരുതി ദുബായിൽ ഇരുന്ന് അതിന് നമുക്ക് എപ്പോഴും കടലിൻ്റെ അപ്പുറത്ത് ഇരിക്കുമ്പോൾ ഇവിടെ പലരും ചെയ്യാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുണന് പൂജ കൊടുക്കണം. അല്ലാണ്ട് വിദേശത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് എന്ത് ഹോമം ചെയ്തിട്ട് കാര്യമില്ല. ഈ ലവണ സമുദ്രം എന്ന് പറയുന്നത് ഒരു മന്ത്രത്തിനും നല്ലതിനും ചീത്ത അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തില്ല. അത് മാന്ത്രികം പഠിച്ചവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ പദ്ധതികളൊക്കെ ചെയ്ത് എവിടെ ഇരിക്കുകയാണെങ്കിലും എന്ന് സങ്കല്പം വെച്ചിട്ട് അതിലുള്ള ചൈതന്യത്തെ ആവാഹിച്ച് ഭദ്രദീപത്തിൽ കൊണ്ടുവന്ന് ശുദ്ധീകരിച്ച് അതിനെ ശുദ്ധമായിട്ടൊരു സ്ഥലത്ത് ലയിപ്പിച്ചു. അതിനുശേഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം പോയത്. കാരണം ആ കല്ല് എവിടെ പോയി നമുക്ക് അറിഞ്ഞൂടാ. സാളഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് പ്രാണപ്രതിഷ്ഠ ചെയ്യേണ്ട, അതിന് സ്വമേധയായി വിഷ്ണു ഉണ്ടാവും, നാരായണൻ പ്രകൃതി ഉണ്ടാവുന്നതാണ്. ആ ഭഗവാനെയാണ് നമ്മൾ ആവാഹിക്കാൻ നോക്കുന്നത്. അത് ആവാഹനം ശരിയായോ അല്ലയോ എന്നുള്ളതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് അവനൊരു എഫർട്ട് ഇട്ടല്ലോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ടുണ്ടാവണം. എന്തായാലും അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പോയി. ഞാനിത് എന്തുകൊണ്ടാണ് ഈ ഇങ്ങനത്തെ ഇൻസിഡൻസ് പറഞ്ഞാൽ എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് പ്രാക്ടിക്കലി ചെയ്ത് സക്സസ് ആക്കിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് വർക്കാവും. ഞാനിപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ശരിക്കും വർക്കാവും എന്ന് വെച്ചിട്ട് സാധ്യതയുണ്ടെങ്കിൽ ആ ശരത്ത് പറഞ്ഞിട്ട് ആജീവനാന്ത ഒരു വടക്ക് വെച്ചാൽ മതി. അത് ചെയ്യുന്നു. ഇഫ് യു ഹാവ് എൻ ഓപ്പർച്യൂണിറ്റി ടു ഫൈൻഡ് ഔട്ട്, യു പുട്ട് ആൻ എഫേർട്ട്, ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് ഇറ്റ്. അത് തീർച്ചയായിട്ടും കിട്ടും.
കൊച്ചു ക്വസ്റ്റ്യൻ കൂടെ. ഇപ്പൊ ഞാനൊരു ദിവസം നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴേ എന്റെ പേരക്കുട്ടി 6 വയസ്സേ ഉള്ളൂ. അപ്പൊ അക്ഷരങ്ങൾ ഇങ്ങനെ അക്ഷരങ്ങൾ കുട്ടി വായിക്കാറൊന്നും ആയിട്ടില്ല, 6 വയസ്സേ ആയുള്ളൂ, അക്ഷരം പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ നാമം ചൊല്ലുന്ന കണ്ട് എൻ്റെ മടി വന്നിരുന്നിട്ട് എൻ്റെ അടുത്ത് കുറെ പുസ്തകങ്ങളുണ്ട്, നാമജപത്തിന്റെ പുസ്തകങ്ങൾ ഇരിപ്പുണ്ട്. അപ്പൊ കുഞ്ഞെടുത്ത് തല തിരിച്ചു വെച്ചിട്ടാണ് ചോദിക്കുന്നത്, അമ്മമ്മ ഞാൻ ഇതിനകത്ത് ഏത് നാമമാണ് ജപിക്കേണ്ടതെന്ന്. അപ്പോഴേ ഞാൻ ഓർക്കുന്നത് ശരിയാവും, ഞാനിപ്പോ ഏതാ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു കൺഫ്യൂഷനിലായി. കുഞ്ഞല്ലേ, അപ്പൊ നമ്മളൊരു നാമം സെലക്ട് ചെയ്യുന്നതിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒത്തിരി നാമങ്ങളുണ്ടല്ലോ, കുഞ്ഞു നാമങ്ങൾ. ആദ്യം അവരെ നാമം ചെല്ലാൻ പഠിപ്പിക്കുക. നാമം ചെല്ലുക എന്നുള്ള ലിറ്റററി അർത്ഥത്തില്ല പറഞ്ഞത്, പേര് ചെല്ലാൻ പഠിപ്പിക്കുക. നാരായണ നാരായണ നാരായണ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, അല്ലെങ്കിൽ ശംഭോ ശങ്കര ശംഭോ ശങ്കര, അതാണ് കുഞ്ഞു നാമങ്ങൾ. രാമ രാമ രാമ. ആ നാമങ്ങളിൽ രുചി ഉണ്ടാക്കുക. കാരണം ആത്യന്തികമായിട്ട് എന്ത് സ്തോത്രം ചെല്ലിയാലും ഈ നാമത്തിലേക്ക് തിരിച്ചു പോകാനുള്ള നമുക്ക് രക്ഷയില്ല. അതുകൊണ്ട് ആദ്യമേ ഏറ്റവും എളുപ്പമുള്ള പഠിപ്പിക്കുക. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഗംഭീരം എന്ന നമ്മുടെ വിചാരം. എന്നാൽ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വസ്തുവാണ്. അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു നാമം. കുഞ്ഞുങ്ങളെ നാമം ആദ്യം പഠിപ്പിക്കുക. രാമ രാമ രാമ, കൃഷ്ണ കൃഷ്ണ കൃഷ്ണ, ചിലപ്പോൾ ഹരേ രാമ പോലും പഠിപ്പിക്കണം ഞാൻ പറയില്ല. കട്ടിയുള്ള നാമങ്ങളാണെങ്കിൽ ഈ കുഞ്ഞ് ചൊല്ലും. നമുക്ക് അവരുടേതായ രീതി ചൊല്ലുന്നുണ്ട്, ഞങ്ങൾ ചൊല്ലുന്ന കേൾക്കുമ്പോൾ കേട്ട് പഠിച്ചിട്ട്. അപ്പം നമുക്കാണെങ്കിൽ അപ്പൊ ആദ്യം നാമങ്ങൾ, ഇങ്ങനത്തെ സിംഗിൾ നെയിംസ് നാമങ്ങൾ പഠിപ്പിക്കുക. പിന്നെ ചെറിയ മന്ത്രങ്ങൾ അവരെ പഠിപ്പിക്കുക. ചെറിയ മന്ത്രങ്ങൾ, വളരെ ചെറിയ മന്ത്രം. ഇപ്പോൾ ഓം നമോ നാരായണ പോലുള്ള മന്ത്രങ്ങളാവാം, ഹരേരാമ പോലുള്ള 10-16 വലിയ അക്ഷരങ്ങളോട് ലെങ്തി മന്ത്രങ്ങൾ അത്ര ആവശ്യമില്ല. പിന്നെ അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ നമുക്ക് ഇന്ന് കേൾക്കാനും സന്തോഷം. അതൊക്കെ പൂർവ്വവാസന കൊണ്ട് കൂടിയാണ്. ചിലപ്പോൾ എന്താ വെച്ചാൽ പൂർവ്വത്തിൽ ബ്രഹ്മസംഹിതയൊക്കെ ചെല്ലിയിട്ട് ഗോവിന്ദ മാതിപുരുഷം തവഹം ഭജാമി എന്നൊക്കെ ചെല്ലുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞത് ജനറലി ഇപ്പൊ അമ്മ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും ഉപകാരപ്പെടണമല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ മാത്രം ഒരു വിഷയത്തിൻ്റെതായിട്ടല്ല. പലരും എന്നോട് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അവസരം വന്നപ്പോൾ പബ്ലിക്കലി പറയാമെന്ന് വിചാരിച്ചു. നാമങ്ങൾ, കുഞ്ഞു നാമങ്ങൾ പഠിക്കുക. പിന്നെ ചെറിയ ശ്ലോകങ്ങൾ. അതിലിപ്പോൾ നമുക്ക് കുട്ടികളൊന്ന് നാക്കുറച്ച് വരേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ശുക്ലാം ഭരതരം വിഷ്ണു പോലുള്ള സിമ്പിൾ ശ്ലോകങ്ങൾ അവരെ പഠിപ്പിക്കാം. അതേപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി, അതുപോലെ ഗുരുവേ സർവലോകാനം വിഷയ ഗൗരവഗുണം, അല്ലെങ്കിൽ ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു, ഇങ്ങനത്തെ കുഞ്ഞു ശ്ലോകങ്ങൾ. അല്ലെങ്കിൽ ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും. അവരവരുടെ കൊഞ്ചി പറഞ്ഞ രീതിയിലാണെങ്കിൽ അവർ പറഞ്ഞ് പഠിക്കും. താളബദ്ധമായിട്ട് പഠിപ്പിച്ചാൽ പെട്ടെന്ന് കയറും. ഇനി ഒന്നുമില്ലെങ്കിലും പഞ്ചരത്നം ചെല്ലുമ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്കും എൻ്റെ മരുമക്കൾക്കും ഒക്കെ ആണെങ്കിലും ഞാൻ ശരണം വിളിക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഞാൻ അനവധി പാദങ്ങളൊക്കെ ചൊല്ലി ശരണം വിളിക്കും. അപ്പൊ എന്താ ചെയ്യുക? ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരവും പാർവതീ ഹൃദയാനന്ദം ശാസ്താര പ്രണമാമിഹം എന്ന് പറഞ്ഞാൽ സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞത് അവരുടെ ജോലിയാണ്. ഇങ്ങനെ വിപ്രപൂജ്യം വിശ്വവന്ധ്യം പാണ്ഡ്യശവംശത്തിലൊക്കെ ഓരോന്ന് പറഞ്ഞു അവർക്ക് പറയാൻ കിട്ടില്ല. പക്ഷെ അവർക്ക് കാത്തു നിൽക്കും ആ ശരണം വിളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഓംകാരവാക്തിഗ്നം എന്ന് പറഞ്ഞിട്ട് ദേവം ഹരിഹരാത്മജം എന്നൊക്കെ പറഞ്ഞിട്ട് ശബരീപീഠ നിലയം എന്നൊക്കെ പറഞ്ഞിട്ട് അവരും അതിനനുസരിച്ച്. അപ്പൊ എന്താ, കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ പദ്യം മുഴുവൻ കാണാപ്പാടാവും. പിന്നെ അവരുടെ അടുത്ത് തന്നെ ശരണം വിളിക്കാൻ പറഞ്ഞാൽ അവർ ഇത് മുഴുവൻ ചൊല്ലി ശരണം വിളിച്ചോളൂ. അങ്ങനെ അവർക്ക് അഭിരുചി ഉണ്ടാക്കി കൊടുത്ത് പിന്നെ നാമം ചെല്ലിക്കൽ മാത്രമല്ലാണ്ട് പൂജാമുറിയിലൊക്കെ നമ്മുടെ ആക്ടിവിറ്റികളിൽ അവരെ അസിസ്റ്റന്റ് ആണ്. അങ്ങനെ ആ അസിസ്റ്റന്റ് ആക്കുക എന്നുള്ളത് നമ്മുടെ പൂജയ്ക്ക് എന്റെ അസിസ്റ്റന്റ് ആണ്. നവരാത്രി പൂജയ്ക്ക് ഇപ്പൊ തിരി എടുപ്പിക്കുക, തീ കൊണ്ടുള്ളത് മാത്രം, തീപ്പെട്ടി ഉപയോഗിക്കും. അത് കറക്റ്റ് ഡയറക്ഷനും അറിയാം, അക്രമമൊക്കെ അറിയാം. ഞാൻ കൊടുത്തില്ലെങ്കിൽ പൂർവ്വവാസന ഉണ്ടാവേ. പൂർവ്വവാസന കൊണ്ട് കുറെ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, നമ്മൾക്ക് എന്തോ ഒരു മെമ്മറി ഉണ്ടാവും, അതില്ലാണ്ടിരിക്കില്ല. അപ്പോൾ അതൊക്കെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള കാര്യമാണ്. ജനറലി നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത് സിമ്പിൾ നാമങ്ങൾ പഠിപ്പിക്കുക, കുട്ടി ശ്ലോകങ്ങൾ പഠിപ്പിക്കുക, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികൾ പഠിപ്പിക്കുക. പിന്നെ വളരെ കുഞ്ഞാവുമ്പോൾ അതിനൊരു നാപ്കിൻ കെട്ടിയിട്ടാണെങ്കിൽ മടിയിലിരിക്കുക. അത് പിടിച്ചു വലിക്കുകയോ അതൊക്കെ ചെയ്യും. അതിന് പിടിച്ചു വലിക്കാനും കളിക്കാനും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ടോക്സിക് അല്ലാത്ത എന്ത് വേണമെങ്കിലും കൈ കൊടുക്കുക. താനെ രുചി വരും. അവർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് നോക്കും, ഭഗവാന്റെ മുഖത്തേക്ക് നോക്കും. അങ്ങനെയൊക്കെയാണല്ലോ ആ ബന്ധം. നമ്മൾ വേറെ എന്തൊക്കെ വേണ്ടാത്തരം പഠിപ്പിക്കുന്നു, ഇത് പഠിപ്പിക്കാമല്ലോ. പക്ഷെ അടുത്തേക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ആക്ച്വലി നമുക്കിതിൽ വലിയ ഡീപ്പ് നോളജ് ഒന്നുമില്ല. അച്ഛമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ കുറേ ജന്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത് എന്ന് പറയുന്നത്. കുറേ നാൾ മരമായിരിക്കുന്നു, ഈച്ചയാകുമ്പോൾ പൂച്ചയാകും, അറിയില്ല എൻ്റെ ഡീപ്പ് നോളജ്. ഇവന്തോ നമ്മൾ ആ ഫസ്റ്റ് നമ്മൾ ആ ട്രാൻസിഷൻ വരുമ്പോൾ നമ്മളുടെ ആ സോള് എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ ലീനിയേജിലേക്ക് കണക്ട് ആവുന്നത്? ഇപ്പോൾ അതെങ്ങനെയാണ്? കർമ്മം ശുദ്ധമായിട്ട് ഓരോ ജീവനും അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ട്.
അത് ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ഒരു കണക്ഷനുണ്ട്. ആ കണക്ഷൻ്റെ തോതനുസരിച്ചിട്ടാണ്. പക്ഷെ മനുഷ്യജന്മം വരുമ്പോൾ എന്താ വെച്ചാൽ ഇത്രയും പോസിബിലിറ്റീസുള്ള, ഇത്രയും കഴിവുകളുള്ള ഒരു ജന്മം വേറില്ല. ദേവന് പോലും മനുഷ്യനായാലേ മോക്ഷം കിട്ടൂ. ദേവന്റെ ശരീരം സുഖം അനുഭവിക്കാൻ മാത്രമാണ്. സുഖം അനുഭവിച്ചിട്ട് മടുത്ത് നരകിക്ക് വരും. ദേവജന്മത്തിൽ സുഖം അനുഭവിച്ചിട്ട് മടുത്തിട്ട് ഇത് വിട്ടിട്ട് ഓടണം, എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി, കുറച്ച് ദുഃഖം അനുഭവിക്കാൻ കൊതിക്കുന്ന പറയും ദേവൻ. അപ്പോൾ മനുഷ്യനിൽ കൂടെ ഈ ലീനേജിൽ ഇറങ്ങി വന്നിട്ട് കയറി പോകണം. ആ 4-5 തരം മനുഷ്യന്മാരെ പറ്റി പറയും. അത് വാമകേശ്വര തന്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. ഭഗവാന്റെ വാക്കാണ്, ശരത്തേദാസന്റെ വാക്കല്ല. മഹാദേവൻ അമ്മയ്ക്ക് പറഞ്ഞു, അമ്മ ഈ ചോദ്യം ചോദിക്കുന്നത്. അമ്മ ചോദിച്ച ചോദ്യമാണ് കുട്ടി ചോദിച്ചത്. അമ്മ ഭഗവാനോട് ചോദിക്കുകയാണ്, ഉമ്മ ചോദിക്കുകയാണ് മഹേശ്വരനോട്, മഹാദേവ എങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് ജന്മം ഉണ്ടാവുന്നത്, എന്തനുസരിച്ചിട്ടാണ്? ഞാൻ എന്താ ചാടിക്കയറിയിട്ട് മൈക്കെടുക്കുന്ന മുമ്പേ പറഞ്ഞു കർമ്മമാണെന്ന്. ഭഗവാന്റെ വാക്കാ. ഭഗവാനെ പറഞ്ഞു, ഉമേ അത് കർമ്മം കൊണ്ടാണ്. എന്നിട്ട് പറയും 84 ലക്ഷം ഗർഭപാത്രങ്ങൾ കടന്നിട്ടാണ് ആദ്യത്തെ മനുഷ്യജന്മം കിട്ടുന്നത്. നമ്മുടെ ഗർഭപാത്രം എന്ന് പറഞ്ഞത് സ്പീഷീസ് ഫസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ ഏറ്റവും ലോസ്റ്റ് ലെവലിൽ നിന്ന് പടിപടിയായിട്ട് പ്രകൃതിയുടെ കണക്കുകൾ അനുസരിച്ച് കയറി വന്നിട്ട് ഒരു ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഏൽപ്പിച്ച് തരികയാണ് സ്വയംഭരണത്തിന്. അതാണ് മനുഷ്യ ശരീരം. അതുവരെ മറ്റ് ഘടകങ്ങളാണ് നിയന്ത്രിക്കുന്നത്. മനുഷ്യ ശരീരം ഓട്ടോണമസാ. ഇവിടെ നമ്മുടെ ഭരണമാണ്, നമ്മുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും മുന്നോട്ടുള്ളതും പിന്നോട്ടുള്ളതും ആദ്യം കിട്ടുന്നത്. അത് വേസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ സങ്കടപ്പെടുത്തുന്ന കാര്യം. അപ്പം അങ്ങനെ ആദ്യം കിട്ടുന്ന ജന്മം ഫസ്റ്റ് ടൈം. 2 സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് താഴോട്ട് വീണിട്ട് വീണ്ടും കയറി വന്നിട്ട് പിന്നെയും മനുഷ്യനായിട്ട് ജനിക്കുന്നത് 2ാമത്തെ കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി മനുഷ്യനിൽ നിന്നും പുണ്യം മാത്രം ചെയ്ത് അതിൽ കർത്തൃത്വബോധം. ഞാൻ ചെയ്തു, ഞാൻ പരോപകാരം ചെയ്തു, ഞാൻ ഡൊണേറ്റ് ചെയ്തു, ഞാൻ അവർക്ക് ആ സഹായം ചെയ്തു, അങ്ങനെ ചിന്തിക്കുന്നവർ കിട്ടണമെന്ന് അത്ര ദേവജന്മം. ദേവജന്മം വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ദേവനായിട്ട് ഇരുന്നിട്ട് പിന്നെയും മാറ്റത്ത് മതിയായിട്ട് മനുഷ്യനായിട്ട് ജനിക്കുന്നത് 3ാമത്തെ ജന്മം. 4ാമത്തെ ജന്മം ഇതിൻ്റെ പൊരുളൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് ഇതൊന്നും ഇനി വേണ്ട, ഈ ചക്രത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ അനുഷ്ഠിച്ചിട്ട് ശരീരം കളഞ്ഞ് മോക്ഷം കിട്ടി, ഭഗവാങ്കൽ ലയിക്കുകയും ചെയ്തു. കടലിലേക്ക് തുള്ളി വീണ് കടലായി. ഇനി തുള്ളി എന്ന് പറയുന്നില്ല, കടലായി കിടക്കുമ്പോൾ ഈശ്വര നിശ്ചയപ്രകാരം അല്ലെങ്കിൽ അതാത് ആ വ്യക്തി തന്നെ മോക്ഷം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ തനിക്ക് സാക്ഷാത്കാരം കിട്ടിക്കഴിഞ്ഞ ശേഷം എനിക്ക് ഇനിയും അനവധി പേരെ കൈപിടിച്ചുയർത്താനുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ഭൂമിയിൽ വന്നിട്ട് ജനിക്കുക. ഋഷിമാരുടെ ജന്മം 4ാമത്തെ ജന്മം. അതൊരു വിശേഷ ജന്മമാണ്. അപ്പോൾ നമ്മൾ ശ്രീരാമകൃഷ്ണദേവനെ അല്ലെങ്കിൽ രമണ മഹർഷിയൊക്കെ ശരിക്കും ആ കാറ്റഗറി പെട്ടാണ് ആബ്സല്യൂട്ട് എക്സാമ്പിൾ. അപ്പം അങ്ങനെ അവർ അങ്ങനെ ജനിക്കണം 4ാമത്തത്. 5ാമത്തത് അതിദുർലഭമാണ്. അത് അത്രയും കാലങ്ങൾ കൂടുമ്പോൾ, പ്രകൃതി അത്രയും ആവശ്യപ്പെടുമ്പോൾ, ബ്രഹ്മത്തിലേക്ക് അത്രയും മായാസ്പർശം വരുമ്പോൾ സംഭവിക്കുക. അതിനെ അവിടുന്ന് ഇറങ്ങി വരിക, നക്ഷത്രമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്നുള്ള അർത്ഥത്തിൽ അവതാരം എന്ന് പറയും. ഭഗവാൻ സ്വയം മനുഷ്യനായിട്ട് ജനിക്കും. ബ്രഹ്മം, ആ ബോധം ഒരു രൂപത്തെ എടുത്തിട്ട് നമ്മുടെ ഇടയിൽ നമ്മളെപ്പോലെ ജീവിക്കും, അശുദ്ധബോധം. ഇങ്ങനെ 5 തരം ജന്മം. ഇതിൽ എല്ലാം കർമ്മം. ഭഗവാൻ പോലും കർമ്മം അനുഭവിച്ചു. മത്സ്യത്തിന്റെ കർമ്മം കൂർമ്മം, കൂർമ്മത്തിന്റെ കർമ്മം വരാഹം, വരാഹത്തിന്റെ കർമ്മം നരസിംഹം, നരസിംഹത്തിന്റെ കർമ്മം പരശുരാമൻ, പരശുരാമന്റെ കർമ്മം ശ്രീരാമൻ അനുഭവിക്കും, ശ്രീരാമന്റെ കർമ്മം ആരാനുഭവിക്കുന്നത്? കൃഷ്ണ. ഓരോ കർമ്മത്തിലും ഈശ്വര സമർപ്പണം ചെയ്ത് സ്വയം ശുദ്ധനായിട്ട് കൃഷ്ണാവസ്ഥ എത്തുമ്പോൾ, കൃഷ്ണാവസ്ഥ എന്നാ ഞാൻ പറയാം, കൃഷ്ണാവതാരല്ല, കൃഷ്ണാവസ്ഥ എത്തുമ്പോൾ പൂർണ്ണനായി 16 കല ഉണർന്നു. ജീവിച്ച് കാണിച്ചു തരിക. നിനക്കും പറ്റുന്ന പറഞ്ഞത്, അതിനാണ് കാണിച്ചത്. അല്ലാണ്ട് എനിക്ക് കുറച്ച് ഫാൻസ് ഉണ്ടാവട്ടെ, ഞാൻ ഭൂമിയിൽ പോയിട്ട് കുറച്ച് കാലം അങ്ങനെ കുറച്ച് തമാശകളൊക്കെ കളിച്ച് കുറച്ച് പേരെ കൊണ്ട് പുസ്തകവും പാട്ടൊക്കെ എഴുതിച്ചിട്ട്, അതിനല്ല ഭഗവാൻ ഇവിടെ വന്നത്. ഹി കെയിം ആസ് എ റോൾ മോഡൽ ഫോർ us, ആസ് എൻ ഇൻസ്പിറേഷൻ ഫോർ us. ലുക്ക് അറ്റ് ഹിം ആസ് എ ഹ്യൂമൻ ബീങ്. ഹൗ ഹി ഡെവലപ്ഡ് ഹിംസെൽഫ്. കർമ്മം കൊണ്ടാണ്. അവസാനത്ത് ഇപ്പോൾ രാമനിൽ പോലും കർമ്മത്തിൽ അധികാരം ചെന്നിട്ട്, അയ്യോ എൻ്റെ തെറ്റാണല്ലോ സീത നഷ്ടപ്പെട്ടത്, എൻ്റെ തെറ്റാണല്ലോ എന്ന് എപ്പോഴും നീറിയിട്ട രാമന്റെ ജീവിതം. കൃഷ്ണന്റെ കാണില്ലല്ലോ. കൃഷ്ണൻ പശ്ചാത്തപിക്കുന്നത് കാണില്ല. അല്ലെ ഓഷോ പറഞ്ഞ, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞു, കൃഷ്ണ ഇസ് എ ഡാൻസിങ് ഐലൻഡ് ഓഫ് ലോഫ്റ്റർ ഇൻ എ വാസ്റ്റ് ഓഷ്യൻ ഓഫ് സോറോ എന്ന് പറഞ്ഞു. ദുഃഖത്തിന്റെ കടലിൽ ചിരിക്കണ ഒരു ദ്വീപണമെന്ന് പറഞ്ഞു. എന്താ കാരണം? ജീവിതം മുഴുവൻ നരകതുല്യ അനുഭവങ്ങളാണ്. അല്ലെങ്കിൽ സമൃദ്ധിയുടെ അങ്ങേത്ര ഒരാൾ തലതിരിഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതകളിലും നടുക്കിയിരിക്കുമ്പോഴും തനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നും ആവശ്യപ്പെടാണ്ട്, ഒന്നും ചെയ്യാണ്ട് ആ ബ്രഹ്മത്തിൽ മാത്രം മനസ്സുറപ്പിച്ചിട്ട് ജീവിച്ച് കാണിച്ചു തന്ന പരമ മനുഷ്യനാണ്. പരമപുരുഷനല്ല, പരമ മനുഷ്യനാണ്. ആണ് കൃഷ്ണന്റെ ഗ്രേറ്റ്നസ്.
അതിൻ്റെ മുകളിലൊരു അവതാരം വരാത്തത് അതുകൊണ്ടാണ്. കാരണം അത് അവതാരം എന്ന വാക്കുകൊണ്ട് അലങ്കരിക്കപ്പെട്ട പൂർണ്ണ മനുഷ്യനാണ്. പിന്നെ ഒരു പൂർണ്ണ മനുഷ്യനെ ഭൂമിയിൽ നടന്നിട്ടുള്ളൂ. ദ ഫസ്റ്റ് പേഴ്സൺ ഹു ഡിസ്കവേർഡ് ദിസ് സ്റ്റേറ്റ്. ആദ്യമായിട്ട് ഒരു മനുഷ്യരെത്താവുന്ന പരമകാഷ്ഠ കണ്ടെത്തിയാണ്. നമ്മളൊന്നും മനുഷ്യനല്ല, ആ ആള് മാത്രമേ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ, മഹാദേവൻ എന്ന് വിളിക്കും. അതാണ് ആദ്യം ഒരു മനുഷ്യന്റെ ഫുൾ പൊട്ടൻഷ്യൽ കണ്ടെത്തിയാണ്. അതാണ് ശരി. പിന്നെ നമ്മുടെ ഈ ഫോർ ഫാദേഴ്സ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ആവൂല്ലേ? അത് ആക്ച്വലി ഒരു ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റിഫൈഡ് അല്ല, അത് എന്താ വിഷയം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ മരിച്ചാൽ പ്രകൃതിയിൽ ജസ്റ്റിഫിക്കേഷൻ ഇല്ലെന്നേ. പ്രകൃതി റൂത്ത്ലെസ്സാണ്, നമുക്ക് കരയാന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ എത്ര ഇൻജസ്റ്റിസ് ജസ്റ്റിഫിക്കേഷൻ അന്വേഷിക്കാറില്ല. പ്രകൃതിയുടെ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്ത വാക്കിലും ചെയ്ത പ്രവൃത്തിയിലും എന്ത് ഇൻറ്റൻഷനോട് കൂടിയിട്ട് കൊടുത്തു അത് അനുഭവിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും അനുഭവിക്കുന്നില്ല. നമ്മുടെ ഉപാസനാബലം കൊണ്ടും നമ്മുടെ പൂർവ്വകർമ്മത്തിൻ്റെ ശക്തി കൊണ്ടും എത്രയോ നമ്മളെ തട്ടാണ്ടവ കൊണ്ട് നമ്മുടെ പൂർവികർ ചെയ്ത ദ്രോഹങ്ങളുടെ ഫലം അല്ലേ. ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഈ പറയുന്ന ഈ നെഗറ്റിവിറ്റികളുടെ മുഴുവൻ അടിസ്ഥാനം നമ്മുടെ ഫോർഫാദേഴ്സായിട്ട് ചെയ്തു വെച്ചതിൻ്റെ പ്രശ്നമാണ്. ഒന്നുമില്ലെങ്കിൽ അവർ ചെയ്തത്, അല്ലെങ്കിൽ വേറെ ആരോ ചെയ്തതിന് അവർ കൃത്യമായിട്ട് പ്രതികരിക്കാണ്ടിരുന്നത്. ഇതിൻ്റെ ഫലമല്ലേ നമ്മളൊന്നും അനുഭവിക്കണം. ഇന്ന് നമ്മൾ ചെയ്യണം, നമ്മുടെ മക്കളും അവരുടെ തലമുറകളും ഇനി അനുഭവിക്കും. അത്രേ ഉള്ളൂ. പ്രകൃതി ചാക്രികമാണ്. പ്രകൃതിയിൽ കൺസെൻസസ് ഇല്ല, ഡെമോക്രസി ഇല്ല, നമ്മൾ പറഞ്ഞ ഒരു വാല്യൂ ഇല്ല. ഞാനത് നാഷണൽ ജോഗ്രാഫിക്കിന് വേണ്ടിയിട്ട് കലങ്ങി നടന്ന കാലത്ത് ആഫ്രിക്കയിൽ നിന്ന് പഠിച്ചു. നമ്മൾ അയ്യോ ഇങ്ങനെയൊക്കെ പാടുമോ എന്നൊക്കെ ചിന്തിച്ചാൽ അവിടെ എന്താ, അവിടെ ഒരു സാധു മൃഗത്തിനെ കാടിച്ച് കയറി കൊല്ലൂ. കാളി എന്താണെന്ന് അറിയണമെങ്കിൽ വനത്തിൽ ചെല്ലണം. പ്രകൃതി എന്താന്ന് കാണണമെങ്കിൽ അവിടെ അവളുടെ റൂളാണ്. അവിടെ ജനാധിപത്യം ഇല്ല, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഇല്ല, സമവായം ഇല്ല, ഒന്നുമില്ല. അവൾക്ക് വളർത്തണം തോന്നി അവൾ മുല കൊടുത്ത് വളർത്തും. മടിയിൽ കിടത്തി ഇറക്കണം തോന്നി കിടത്തി ഇറക്കും. അവൾക്ക് കടിച്ച് കയറണം തോന്നി അവൾ കടിച്ച് അടിക്കണം തോന്നി അടിക്കും. ഈ ഉന്മൂലനാശം വരുത്താൻ തോന്നി അതും ചെയ്യും. ഷീ ഡസ് ആസ് ഷീ വാണ്ട്സ്. അതാണ് ആ പ്രകൃതിയുടെ രീതി. അപ്പോൾ പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ ജസ്റ്റിസ് എന്താ ഇൻജസ്റ്റിസ് എന്ന് നമുക്ക് വിവേചിക്കാൻ പറ്റില്ല. ഇപ്പം കോണ്ടെക്സ്റ്റ് അനുസരിച്ചും കാലത്തിനനുസരിച്ചിട്ടും ജസ്റ്റിസും ഇൻജസ്റ്റിസും ഉണ്ട്. പഴയൊരു കാലത്ത് ജസ്റ്റിസ് ആയിരുന്നു, ഇന്ന് ഇൻജസ്റ്റിസാണ് അല്ലേ. ഇന്നത്തെ ജസ്റ്റിസ് നാളെ ഇൻജസ്റ്റിസാണ്. അതാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടും മറ്റും വേണം. അപ്പോൾ ഫോർ ഫാദേഴ്സിൻ്റെ എന്ന് മാത്രമല്ല, അപ്പം നമ്മൾ തന്നെ ഇപ്പോൾ ചില ആൾക്കാർ പറയില്ലേ, ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്തതിന് ഞാൻ ഈ ജന്മത്തിലെ എൻ്റെ മനസ്സും ശരീരവും നിരപരാധിയല്ലേ, ഞങ്ങൾ എന്തിനാ പൂർവ്വത്തിൽ അനുഭവിക്കണമെന്ന് ചോദിക്കും. ഞാൻ സിമ്പിൾ ഒരു ആൻസർ പണ്ട് പറയാറ്. ഞാൻ ഇന്നലെ കോട്ട് സൂട്ട് ഇട്ടിട്ട് ആ ബാംഗ്ലൂർ വഴി നടക്കുമ്പോൾ പ്രേമിനെ കണ്ടു, 2 എണ്ണം പൊട്ടിച്ചു, താടി പിടിച്ച് വലിച്ചു, 2 അടിയൊക്കെ അടിച്ചു. എന്നിട്ട് ഞാനവിടെ ഓടി രക്ഷപ്പെട്ടു. ഇന്ന് ഞാൻ ജുബ്ബിയും മുണ്ടൂട്ടിട്ട് വരുന്നത്, പ്രേം കാത്ത് നിൽക്കണം വഴിയിൽ. 4 പൊട്ടിക്കല എന്നെ പൊട്ടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പ്രേമേ ഞാൻ ഇന്നലെ കോട്ട് സൂട്ട് ഇട്ടപ്പോഴേ നിന്നെ തല്ലിയത്, ഇന്ന് ഞാൻ മുണ്ട് ഷർട്ട് ഇട്ടിരിക്കണത്, എന്നെ തല്ലാൻ പാടുമെന്ന് ചോദിക്കണ പോലെയാണ് ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്. കാരണം നമ്മുടെ ടൈമിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 100 വർഷം 20 വർഷമോ അല്ലെങ്കിൽ 10 വർഷം പോലും വലിയ കാലയളവായിരിക്കും. ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഇവിടെ സ്പെക്ക് പോലെയാണ് നിൽക്കുന്നത് കോസ്മിക് ടൈം ലൈനിൽ. നമ്മളൊന്നും ഒന്നുമല്ല. ടൈം തന്നെ ഒരു പെർസെപ്ഷനാണ്. ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അനുസരിച്ചിട്ട് ടൈമിന് മാറ്റം വരും. ഭൂമിയിൽ 12 വയസ്സാവുന്ന ഒരു കുട്ടി വ്യാഴത്തിലാണ് ജനിച്ചെങ്കിൽ അവന് 1 വയസ്സാവണമെങ്കിൽ ഭൂമിയിൽ 12 കൊല്ലം കഴിയണം. അവിടെ തന്നെ പൊട്ടി നമ്മുടെ ടൈമിനോടുള്ള പെർസെപ്ഷൻ. നമ്മൾ ഉണ്ടാക്കണ എല്ലാ അറിവുകളുടെയും അടിസ്ഥാനം എന്താണെന്ന് ഞാൻ നേരത്തെ പറയും. ഒരു ചക്ക വീണ തീരും, ഒരു ഇടി വെട്ടിയാൽ തീരും, ഇട്ട പേര് പോലും മറന്നുപോകും. ഈ പേര് പോലും വേറെ ആരോ തന്നതാണ്. ജനിച്ച ഉടനെ അമ്മയുടെ അടുത്തുനിന്ന് എടുത്തിട്ട് പെറ്റമ്മയുടെ അടുത്തെടുത്തിട്ട് വേറെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടേ കിടത്തിയാൽ നമ്മൾ ആ വീട്ടിലാണ് വളരുക, അറിയ പോലും ഇല്ല. അപ്പൊ നമ്മൾ ഈ അഹങ്കരിക്കുന്ന ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത് എന്താ ഒന്നുമില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളൊരു വിഷയം വരില്ല. നമ്മുടെ നശ്വരത, നമ്മുടെ നിസ്സാരത മനസ്സിലാവുമ്പോഴാണ് നമ്മുടെ പവർ മനസ്സിലാവുക. അതാണ് സനാതനധർമ്മത്തിന്റെ പവർ. ഈ അവസ്ഥയിൽ ഇത് മുഴുവൻ കേട്ടിട്ട് നമ്മൾ ഒന്നുമല്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരണം. അതാണ് അർജുനന്റെ വിഷാദം. ആ അവസ്ഥ വരുമ്പോഴാണ് ഭഗവാൻ വിളിക്കുന്നത് അമൃതസ്യ പുത്രൻ. നീ അമൃതത്തിന്റെ പുത്രനാണ്, ഈ ശരീരമല്ല, നീ അതിന്റെ അപ്പുറത്തേക്ക് അനശ്വരമായിട്ടൊരു വസ്തുവാണെന്ന് പറഞ്ഞ ആ സമയത്തെ അത് പറഞ്ഞാൽ മനസ്സിലാവും.
അത്രയും ശക്തമാണ് നമ്മുടെ ഭാഗതയം, അല്ലെങ്കിൽ നമ്മുടെ ഫോം എന്നുള്ളത് ഇമ്മോർട്ടൽ ആണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ ഈ ഫോം എത്ര മോർട്ടൽ ആണെന്നുള്ള ബോധ്യം 100% ഉറക്കണം. നമ്മളിത് പകുതി വന്ന അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നത്. നമ്മൾ പറയും ഒക്കെ ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ഒക്കെ എറണാകുളത്തപ്പൻ, ഒക്കെ ഭഗവാനെ നോക്കണം. എന്നിട്ട് ഭഗവാൻ പല ഉറപ്പാണോ ഭഗവാൻ ചെയ്തിട്ടില്ല? അത്ര ഉറപ്പില്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉറപ്പ്, അല്ലേ? നമുക്ക് എന്ത് പേരോട്ട് വിളിച്ചോളൂ, എറണാകുളത്തപ്പനോ അല്ലെങ്കിൽ വേളാങ്കണ്ണി മാതാവെന്നോ എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ, കാരക്കൽ സിദ്ധനോ എന്ത് വേണമെങ്കിൽ, നാഗൂരി സിദ്ധനോ എന്തോ ആയിക്കോട്ടെ. ദർ ഈസ് സം പോയിന്റ് വി ആർ അഡ്ഹറിങ് ടു, അല്ലേ? പക്ഷെ എല്ലാ നോളജിൻ്റെ അടിസ്ഥാനം ഇതാണ് പ്രശ്നം. ഒരു ഇടിവെട്ടിയ ചക്ക ഇവിടെ തീർന്നു. ഈ പഠിച്ച സാധനം മന്ത്രം പോലും പോയോ? അപ്പോഴും അവശേഷിക്കണം എന്താ? ആദ്യം പറഞ്ഞ ശുദ്ധബോധം മാത്രം, അതേ അവശേഷിക്കൂ. ആ 5 കാറ്റഗറികൾ പറയുന്നുണ്ട്. എന്തിനാ അറിയുന്നത്? എന്തിനാ അറിയണത്? അല്ല, എന്തിനാ അറിയാണ്ടിരിക്കുകയല്ല. എൻ്റെ അഭിപ്രായത്തിൽ പുനർജന്മം പോലും അന്വേഷിച്ചു പോയത്. ഈ ജന്മത്തിൻ്റെ ഓർമ്മ കൊണ്ടേ ജീവിക്കാൻ വയ്യ. പൂർവ്വജന്മം കൂടെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ അതിൻ്റെയൊക്കെ ഒരു വിക്റ്റിമാണ്. ഞാനത് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. പെറ്റ അമ്മയും അച്ഛനും കൂടപ്പുറപ്പുകളും അല്ലെങ്കിൽ ഭാര്യ മക്കളും ഇവരൊന്നും ആരുമല്ല നമ്മുടെ എന്ന് തോന്നുന്ന ഒരവസ്ഥ വന്നാൽ അത് ഭ്രാന്തം. ഞാനൊക്കെ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരാളാണ്. ഞാൻ അതിൻ്റെ നന്മകൾ മാത്രം സ്വാംശീകരിച്ച് വന്നുകൊണ്ടേ എനിക്കിന്ന് ഇവിടെ ഇരുന്നിട്ട് വർത്താനം പറയാം. അല്ല, ഈവൻ വരാനുള്ള കാറ്റഗറി പോലും അന്വേഷിക്കേണ്ട. കാരണം അതുപോലും നമ്മുടെ സാധനയുടെ യാത്രയിൽ നമ്മളിൽ അപകർഷതയോ ഉത്കർഷതയോ ആയിട്ടുള്ള ബോധങ്ങൾ ഉണ്ടാക്കും. നമുക്ക് സുപ്പീരിയോറിറ്റി കോംപ്ലക്സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സോ കാണാം. ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വിശേഷപ്പെട്ട ജന്മമാണെന്ന് തോന്നിയാലും പണി കഴിഞ്ഞു, ഞാൻ ഒന്നിനും കൊള്ളാത്ത ജന്മമാണെന്ന് തോന്നിയാലും പണി കഴിഞ്ഞു. കാരണം ഈഗോയിൽ 2 മുഖമുണ്ട്. അഹങ്കാരം മാത്രമല്ല ഈഗോ, ഞാൻ സംഭവമാണെന്നുള്ള മാത്രമല്ല, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാലും ഈഗോ ആണ്. ഈ രണ്ടാമത്തെ ഈഗോ ആദ്യത്തെ ഈഗോനെക്കാട്ടും അപകടകരമാണ്. സാധനയിൽ എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഞാനൊക്കെ ഒരു സാധാരണക്കാരൻ, ഞാൻ പാവം, ഇതാണ് ഒരു സാധകന്റെ ഏറ്റവും വലിയ പരാജയം. എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊരു സംഭവമാണെന്ന് പറഞ്ഞാൽ പിന്നെയും ഭേദം. ആധ്യാത്മികതയിൽ ഈ സെക്കൻഡ് ഈഗോന് വലിയ നെഗറ്റീവ് ഇൻഫ്ലുവൻസ്. അപ്പം അതുകൊണ്ടാണ് ഇതൊന്നും അന്വേഷിക്കേണ്ട പറയുന്നത്. വെറുതെ രസത്തിന്. പിന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ, നമ്മൾ സാധനയുടെ ഒരു ഘട്ടം എത്തുമ്പോൾ ചില പ്രത്യേക കാരണം കൊണ്ട്, ഈശ്വര നിശ്ചയം കൊണ്ട് നമ്മളറിയും നമ്മൾ ആരാണ് എന്ന് നമുക്ക് കറക്റ്റ് ഒരു ഫ്രെയിം ഇട്ട് തരിക. അത് എപ്പോഴാണ് ഭഗവാൻ തരിക വെച്ചാൽ അത് ഉൾക്കൊള്ളാനും ഉള്ള പക്വതയോ, അല്ലാണ്ട് ഇപ്പം മതിച്ച് അഹങ്കരിച്ച് നാട്ടുകാർക്ക് കൂടെ ശല്യമായിട്ട് തീരുന്ന അവസ്ഥയാണെങ്കിൽ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഒരിക്കലും പറഞ്ഞു തരില്ല. നമുക്കത് ഉൾക്കൊള്ളാനുള്ള പക്വതയാവുന്ന കാലത്ത് അത് തരും, ആ അറിവ് തരും. അത് എന്തിനാ തരണം വെച്ചാൽ ഒരു ജന്മത്തിനോട് അറ്റാച്ച്മെന്റ് തോന്നാതിരിക്കാൻ. ഞാൻ ഈ പറഞ്ഞ വൈരാഗ്യം എന്ന് പറഞ്ഞ ബുദ്ധി അത് ഉണ്ടാക്കി അത് ഉറപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നോളജ് തരിക. അല്ലാണ്ട് നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയെ ശമിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഞാൻ എന്തായിരുന്നു, ഞാൻ തവളയായിരുന്നു, അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ ഏത് കാറ്റഗറി, ഞാൻ കഴിഞ്ഞ ചില എനിക്ക് പലരും വിളിക്കും, നമ്മുടെ എല്ലാവരും എവരിബഡി ഈശ്വര വിശ്വാസി അല്ല എന്ന് പറയുന്നവരും റോട്ടിൽ എന്താ പറയുക, ഇപ്പൊ ബോധം കെട്ട് വെള്ളം അടിച്ചിട്ട് ഇപ്പൊ ഈ പുറത്തിറങ്ങുമ്പോൾ അവനും മോക്ഷത്തിന്റെ മാർഗം. എല്ലാവർക്കും ആത്യന്തികമായിട്ട് അവിടെ എത്തിയേ പറ്റൂ. ടൈം സ്കെയിലുകൾ വ്യത്യാസമുണ്ട്. പണ്ട് ഇരട്ട ക്ലാസ് ഏറ്റവും ഉണ്ടായിരുന്നു, ഇപ്പൊ ഇരട്ട ക്ലാസ് ഏറ്റവും ഇല്ല, അത്രേ ഉള്ളൂ. ആധ്യാത്മികത ഇരട്ട ക്ലാസ് ഏറ്റവും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മളെല്ലാവരും ആത്യന്തികമായിട്ട് സ്രോതസ്സിലേക്ക് തിരിച്ചു പോയി പറ്റും. ചിലർക്കത് അറിയാത്തവര് അറിയുന്നവരെ കളിയാക്കും. എന്നാലും ഒരു ഘട്ടത്തിൽ ഇവനും അറിയും, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആ സൈക്കിളത് അറിഞ്ഞിരിക്കും. അതറിയാണ്ട് മാർഗമില്ല. എല്ലാവരുടെയും അവകാശം ഈശ്വരൻ. ഈ ലോകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് പല റൈറ്റ്സും പറയുന്നുണ്ട്, അല്ലേ? പല റൈറ്റ്സ്, റെസ്പോൺസിബിലിറ്റി പറയാറില്ല. വാസ്തവത്തിൽ പ്രകൃതിയിൽ നോക്കിയാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു റൈറ്റ് ഉണ്ട്, ആ സ്രോതസ്സിലേക്ക് തിരിച്ചു പോകാനുള്ള റൈറ്റ്. ഈശ്വരനെ കിട്ടാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും തുല്യമാണ്. അതിലാരും കൂടുതൽ മികച്ചതെന്നോ കുറഞ്ഞതെന്നോ, സാറ് തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഉയർന്ന തലത്തിലെന്നോ താഴ്ന്ന തലത്തിലെന്നോ ഇല്ല. എല്ലാവരുടെയും അവകാശം അത് പല സ്റ്റേജിലാണെന്ന് മാത്രം. അതാണ് സാറ് ഉയർന്ന തലം താഴ്ന്ന തലം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം വിവക്ഷിച്ചത്. ആ അർത്ഥത്തിൽ അത് തലമാവും. അല്ലാണ്ട് അവൻ ശപിക്കപ്പെട്ടവൻ,
ഇവൻ മികച്ചവൻ, അങ്ങനെയൊന്നുമില്ല. യേശുദേവൻ പറഞ്ഞില്ലേ, പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞ എന്താ കാരണം? കർമ്മദോഷം ഇല്ലാത്തവൻ ഇല്ലാതെ ഈ ലോകത്തിൽ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ചു അദ്ദേഹം. അപ്പം അതുകൊണ്ട് എല്ലാവരുടെയും അവകാശമാണ് ഈശ്വരൻ. അതുകൊണ്ട് എല്ലാവർക്കും മോക്ഷം. പക്ഷെ ഒരുപക്ഷെ ഇങ്ങനെ സത്സംഗങ്ങൾക്ക് വന്നിരുന്ന് ഇതിന് ശേഷം ഇവിടുന്ന് പോയതിന് ശേഷം ഇപ്പം നിങ്ങൾ ശ്രമിച്ചു, നിങ്ങളിനി മനനം ചെയ്യണം, അത് നിങ്ങൾക്ക് അനുഭവമായിട്ട് നിധ്യാസനമായിട്ട് മാറണം. അത് മാറുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകും. നിങ്ങൾക്കത് ഗുണം ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ അതൊരു 10 പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർക്കത് ഗുണം ചെയ്യുമ്പോൾ റീലിട്ടിട്ടല്ല, നിങ്ങൾക്ക് ആന്തരികമായിട്ട് ആ മാറ്റം വരുമ്പോൾ പ്രഭാഷണങ്ങൾ ഇൻഫർമേറ്റീവായിട്ട് ഒരു കാര്യമില്ല. പലരും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത് വെച്ചാൽ ശരത്തിൻ്റെ പ്രഭാഷണം ഭയങ്കര ഇൻഫർമേറ്റീവാണ്, എനിക്ക് സങ്കടം വരും. ഞാൻ പറയും, ഞാൻ ഇൻഫർമേഷന് വേണ്ടിയല്ല പറഞ്ഞത്, ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഞാൻ അത്രയും നേരം പറഞ്ഞ വിശദാംശങ്ങൾ ഒന്നും എനിക്ക് പോലും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ 9:30 മണി വരെ ഇരുന്നിട്ടും ചിന്തിച്ചത് ഒരൊറ്റ വസ്തുവിനെ കുറിച്ചാണ്. ശ്രദ്ധിച്ചു നോക്കൂ, ഇത്ര നേരം നമ്മൾ ചിന്തിച്ചിരിക്കുന്നത് നമ്മുടെ സ്വസ്വരൂപത്തിനെ കണ്ടെത്താനാണ്. അതാണ് നമ്മുടെ ഇതിൽ നിന്ന് കിട്ടണ നേട്ടം. ആ നിലയ്ക്ക് നമ്മൾ മോക്ഷത്തിന്റെ ഫാസ്റ്റ് ട്രാക്കിലാണെന്ന് നമുക്ക് പറയാം. ഒരു ചർച്ചയുണ്ട്, സ്വസ്ഥ രൂപത്തിലേ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ആ മായ സമ്മതിക്കൂലല്ലോ. അസ്വസ്ഥമായിട്ടിരിക്കണം. സ്വസ്ഥത കിട്ടണത് വരെ അസ്വസ്ഥത അനുഭവിക്കണം. ജ്ഞാനികളെ പോലും അതിനുള്ള മാർഗം, അതിനുള്ള സാധാരണ ഞാനോ സാധാരണപ്പെട്ടതാ. ഞാനതാ പറയുന്നത്. നോക്കൂ, ഞാൻ എത്ര കുഴപ്പം പിടിച്ചൊരു ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരാളറിയൂ. ഞാൻ സിനിമ മാധ്യമ മേഖലയുടെ അകത്ത് നിന്നിട്ട് ഇന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കുള്ള പ്രലോഭനം പോലെ ലോകത്ത് വേറെ ആർക്കും പ്രലോഭനമില്ല. അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് ഞാൻ ഇത്ര യുദ്ധം ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് പ്രാരബ്ധങ്ങളുള്ള, ഒരുപാട് എന്താ പറയുക, ചുമതലകളുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ പറയണത് വളരെ സിമ്പിളായിട്ട് തുടക്കത്തിൽ ഞാനതാ പറഞ്ഞത്. നമ്മൾ ഗൃഹസ്ഥർക്ക് ഈ സ്വസ്ഥത തുടങ്ങിയിട്ടുള്ള ഗോളുകൾ മറന്നേക്കുക. കർമ്മണ്യേവാധികാരസ്ഥെ മാ ഫലേഷു, ഫലം ഇച്ഛിക്കേണ്ട ആധ്യാത്മികതയെ പോലും അത് സംഭവിക്കും. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല രുചി ഉണ്ടാവുമോ, അതിന് ടേസ്റ്റ് ഉണ്ടാവുമോ, ഉപ്പ് കൂടുമോ, ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് സാമ്പാർ ഉണ്ടാക്കിയാൽ ആ സാമ്പാർ കുളവും. കാരണം ഫലം ഇച്ഛിച്ചു. നേരെ മറിച്ച് കൃത്യമായിട്ട് ഇത്ര തിളപ്പിക്കണം, ഇന്ന കഷ്ണം ഇന്ന സമയത്തിടണം, ഉപ്പ് ഇന്ന സമയത്തിടാൻ പാടും, കായം ഇപ്പോഴുണ്ട്. ആ പ്രോസസ്സിൽ ശ്രദ്ധിച്ച് ഫോളോ ചെയ്താൽ, കർമ്മത്തിൽ ശ്രദ്ധിച്ച് ഫോളോ ചെയ്താൽ ഒരു റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നല്ലൊരു സാമ്പാർ അവിടെ ഉണ്ടാവും. പ്രോസസ്സ് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോസസ്സ് അറ്റ് എ ടൈം ഡെയിലി രാവിലെ തൊട്ട് രാത്രി വരെ അതിൽ പൂർണ്ണമായിട്ടും ശ്രദ്ധിച്ച് ആ ശ്രദ്ധയെ ഭഗവാന് സമർപ്പിക്കുക. അതിൽ നിന്ന് നല്ലത് കിട്ടിയാലും ചീത്ത കിട്ടിയാലും എൻ്റെ അല്ല ഈശ്വരനെ നമ്മൾ സമർപ്പിച്ചാൽ ഈ സ്വാസ്ഥ്യം അമ്മയ്ക്ക് താനെ വരും. അതിന് എക്കാർട്ട് ടോളിൻ്റെ പവർ ഓഫ് ലവ് ഒന്നും വായിക്കണ്ട. സായിപ്പ് പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ തലയിൽ കയറുന്നുള്ള അവസ്ഥയൊന്നും വരില്ല. സിമ്പിൾ മെത്തേഡ്. നമ്മൾ ഗൃഹസ്ഥർക്ക് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ്. രാവിലെ എണീച്ച് രാത്രി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ എണീച്ച് ഈ ക്രമത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ ഭഗവാന് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം കൊടുക്കാൻ ഓർമ്മ വരില്ല, അപ്പം പെട്ടെന്ന് ഓർമ്മ വരിക. ഭഗവാനെ കഴിഞ്ഞ 1 മണിക്കൂറിൽ എനിക്ക് ഓർമ്മയില്ലാണ്ടിരുന്നതൊക്കെ നടക്കുമായിരുന്നു. ഇനി വരാണ്ട് ആദ്യം രാവിലെ എണീക്കുമ്പോൾ തന്നെ മുൻകൂർ ജാമ്യം അടിക്കണം. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ നടക്കണം എന്ന് പറഞ്ഞേക്കണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു കാർപ്പറ്റ് ബോംബിങ് അടിക്കുക, ഇന്ന് കഴിഞ്ഞ മുഴുവൻ നടക്കാമെന്ന്. അപ്പം എന്തായി, എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ. അതിനെ എങ്ങനെ ചെയ്യണം വേണമെങ്കിൽ ഞാൻ ചെറിയൊരു പണി കൂടെ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഒരിക്കലും രൂപത്തിലുള്ള ഭഗവാനിലേക്ക് അതിനെ കൊടുക്കരുത്. ഗുരുവായൂരപ്പന്, ശിവന്, കാരണം അതും നമ്മുടെ സങ്കല്പത്തിലുള്ള രൂപമാണ്. അത് മായ, രൂപവും മായാണ്. അതുകൊണ്ടാണ് ഉദ്ധവനോട് പറഞ്ഞത്. ഉദ്ധവൻ പറയും, ഭഗവാനെ എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല. എത്ര ബുദ്ധിമാനാ ഉദ്ധവൻ. ഉദ്ധവൻ അറിയാത്ത ആത്മജ്ഞാനുണ്ടോ? ഉദ്ധവൻ ഭഗവാനെ ധ്യാനിച്ച് ഭഗവാനുടെ ലുക്കായി മാറിയാണ്. കണ്ടാ ഭഗവാനെ പോലെയാണ്. അങ്ങനെയാണ്. ആ ഉദ്ധവൻ പറഞ്ഞു, എനിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ല. കാരണം എന്താ, ഈ രൂപം ധ്യാനിച്ചിട്ട് അപ്പൊ രൂപത്തിൽ കുടുങ്ങി. ദേവകി പ്രസവിച്ച് വളർന്നു വന്ന രൂപത്തിനെയാണ് ഉദ്ധവൻ വർഷിപ്പ് ചെയ്യണത്. അപ്പൊ ഭഗവാൻ പറയണത്, ഈ രൂപത്തിൽ നിന്ന് നീ കടന്നാലാണ് നീ രക്ഷപ്പെട്ടില്ല. അതുകൊണ്ടാണ് തള്ളി പറഞ്ഞുവിടുകയാണ് ബദരിക്ക്. എന്തിനാ ബദരിക്ക് പറഞ്ഞുവിട്ട്? ഇത്രയും ഉപദേശം കൊടുത്തിട്ടും ഉദ്ധവന് മനസ്സിൽ നിന്ന് അറ്റാച്ച്മെന്റ് പോകുന്നില്ല. ഉദ്ധവന്റെ ഏക പരാജയം ഭഗവാന്റെ രൂപത്തിൽ അദ്ദേഹം സ്റ്റക്കായിരുന്നുള്ള. ഭഗവാന്റെ രൂപത്തിൽ സ്റ്റക്കാവുന്നത് പോലും ആണ്. അതുകൊണ്ടാണ് വിഗ്രഹത്തിനെയും അതിക്രമിക്കണ ഉപാസന എന്ന് പറഞ്ഞത്. ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ലക്ഷ്യമല്ല, അതൊരു ഗേറ്റാണ്. ആ ഗേറ്റ് കടന്ന് അപ്പുറത്ത് ചെന്നാൽ അവിടെ ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ അകത്തുള്ളൊരു സംഭവമാണ്. അതിനെയാണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം എന്ന് വിളിച്ചു. പക്ഷേ
ഭട്ടതിരിക്ക് അത് എഴുതുമ്പോൾ അനുഭവം വന്നിട്ടില്ല, അറിവ് കേട്ടറിവ് വെച്ച് എഴുതിയതാണ്. പക്ഷെ 100-ാം ദശകം എത്തിയപ്പോൾ അനുഭവത്തിൽ വന്നു. ശ്രവിച്ചത് മനനം ചെയ്തിട്ട് എഴുതി അവസാനിപ്പിക്കുമ്പോൾ നിത്യാസനം. അപ്പോൾ അഗ്രേ പശ്യാമി എന്ന് പറഞ്ഞത് സഹസ്രാരത്തിലാണ് സാക്ഷാത്കാരം അറിയാന്ന് പറയാം. അതിൻ്റെ നിറം യോഗവിദ്യയിൽ കരിങ്കൂവളപ്പൂവിൻ്റെ കൊലയുടെ നിറമാണ്. അതാണ് തേജോ നിബിഡതരകളായാവലി ലോപനി എന്ന് പറയുന്നത്. അവസാനം പറഞ്ഞ എന്ത് വേണമെന്ന് പറഞ്ഞാൽ അവസാനം എനിക്ക് ആ ബ്രഹ്മാനന്ദം ഒരിക്കലും നശിക്കാതിരിക്കണം, എൻ്റെ മനസ്സ് നിന്നിൽ ഉറച്ചിരിക്കണം. എനിക്ക് എന്താ ബ്രഹ്മാനന്ദം വേണ്ടതെന്നാ ഏത് വാക്കോ ഉപയോഗിച്ച് പരമാനന്ദ സന്തോഷലക്ഷ്മി അല്ലേ പറഞ്ഞ. ഇത് നമ്മൾ ഗൃഹസ്ഥർക്ക് കിട്ടും, നമുക്കുള്ളതാണ്. ഈ പറഞ്ഞ രീതി ചെയ്താൽ ഇവിടെ ഇരുന്ന് ഈ കുടുംബത്തിൽ ഇരിക്കുമ്പോൾ മക്കളോട് കൂടിയിട്ട് എവിടെയും ഓടിപ്പോകാണ്ട്, ഒരു സ്ഥലത്തും ടൂറ് പോകാണ്ടല്ല നമുക്ക് പോകാനും കിട്ടും. എവിടെയും പോകേണ്ട ആവശ്യമില്ല. അത് അവനവനിൽ അറിയും ചൈതന്യം. സമർപ്പിക്കുക. ശ്രീരാമകൃഷ്ണൻ്റെ അടുത്ത് ഗീതയുടെ സന്ദേശം എന്താണെന്ന് ഒറ്റ വാക്കി പറയാൻ പറഞ്ഞ് ഞാൻ പല സ്ഥലത്ത് പറയാറുണ്ട്. ശ്രീരാമകൃഷ്ണൻ വളരെ സിമ്പിളായിട്ട് പറയും, ഗീത തലതിരിച്ചിടുക, ത്യാഗി എന്ന് കിട്ടും. ത്യാഗമാണെന്ന്. ത്യാജിക്കണമെങ്കിൽ ഉണ്ടാവണം. അത് ഇല്ലാത്തൊന്നിനെ ഞാൻ ലോട്ടറി കിട്ടിയാൽ ഞാൻ ഈ അമ്പലത്തിൻ്റെ ഗോപുരം, ആ ത്യാഗമല്ല. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ആ സമ്പത്ത് മുഴുവൻ എടുത്ത് വേറൊരുത്തൻ്റെ ഗുണത്തിന് കൊടുക്കുമ്പോഴാണ് ത്യാഗമാവുന്നത്. അങ്ങനെ ശരീരത്തിനെ പോലും ത്യാഗം ചെയ്യിപ്പിക്കണം. ത്യാഗരാജനായതുകൊണ്ടാണ് ശിവനെ ത്യാഗരാജൻ എന്ന് വിളിക്കുന്നതും. ശിവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശിവൻ ശരീരത്തെ എടുക്കുന്നതിന് കാരണമാണ്. ശരീരത്തിനെ മാറ്റി ആത്മാവിനെ സ്വീകരിക്കണതിന്. നമ്മൾ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം ദൈനംദിന ജീവിതത്തിൽ ഓരോന്നിനും ഞാൻ പറഞ്ഞ തമാശയൊക്കെ മാറ്റി വെച്ച് ഞാൻ പറഞ്ഞു 1 മണിക്കൂർ കഴിഞ്ഞ് ഓർമ്മ വന്നാൽ പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അലാറം വയ്ക്കാം. ഓരോ അരമണിക്കൂർ ടിങ്ങൊരു സൗണ്ട് കേട്ടാൽ ഗുരുവായൂരപ്പാ ഇത്ര നേരം നടന്നൊക്കെ നടക്ക്. ഒരാൾ ഒന്ന് ചെകിടത്തടിച്ചു, ഇത് നടക്കിരിക്കട്ടെ, ഇവർ കൊടുത്തേക്കണം. ഒരാൾ ഒന്ന് പൂമാല ഇട്ടു, അതും കൊടുത്തേക്കണം. പക്ഷെ അതിനെ ലയിപ്പിക്കാനുള്ള ഒരു സിമ്പിൾ വിദ്യയാണ് ഞാൻ പറയാൻ വന്നത്. എന്തും വല്ലാണ്ട് വിഷമമായിട്ടോ വല്ലാണ്ട് ആഹ്ലാദമായിട്ടോ വല്ലാതെ രോഷമായിട്ടോ വരുമ്പോൾ ശ്വാസം എടുത്തതിന് ശേഷം ആ വികാരത്തിനെ പൂർണ്ണമായിട്ടും നന്നായിട്ട് മനസ്സിൽ വിചാരിക്കുക. അതായത് ആ വികാരം ഉണ്ടാക്കാനിടയായിട്ടുള്ള ആ രംഗത്തിനെ, ആ സംഭവത്തിനെ, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടിയിട്ട് ഒരാൾ വരുന്നു, നമ്മുടെ അടുത്ത് വാക്ക് തർക്കം തുറക്കണു, നമ്മളുമായിട്ട് വഴക്കാവും. ആ രംഗം മുഴുവൻ റീലീവ് ചെയ്തതിന് ശേഷം അത് പൂർണ്ണ കളറിൽ വേണം കാണാൻ, കളർപ്പടായിട്ട് കാണാം. ഇത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു കളിയത്. അത് ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡിലുള്ളൊരു ടെക്നിക്കിനെ ഞാൻ നമ്മുടെ വിദ്യയുടെ അകത്തേക്ക് കലക്കിയതാണ്. ഇത് ശരിക്കും വർക്കാവും. ഇത് പൂർണ്ണ കളറിൽ കാണുക. നമ്മുടെ ജീവിതത്തിൽ കുട്ടിക്കാലം തൊട്ടുള്ള എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത വേദനയോ മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ആദ്യം പൂർണ്ണ വിശദാംശത്തിൽ കണ്ടിട്ട് അന്നുണ്ടായിരുന്ന വേദന മുഴുവൻ നമ്മൾ കാണും. അത് മുഴുവൻ അനുഭവിച്ചതിന് ശേഷം ആ ചിത്രത്തിനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. സബ് കോൺഷ്യസ് മൈൻഡിൽ കളർ തിരിച്ചറിയാൻ പറ്റില്ല. സ്വപ്നങ്ങൾ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണുന്നത്. ഉണരുമ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യണം. അത് സയൻറ്റിഫിക്കലി പ്രൂവാണ്. കളർ നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമാക്കുക. അത് എത്ര വലുപ്പത്തിൽ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ ഒരു സ്ക്രീനിൻ്റെ താഴെ പോയി നിൽക്കണ മാതിരി നമ്മളെ രംഗം കാണണം. അതിൽ നിന്ന് വേറിട്ടിട്ട് അതിൽ നമ്മളും ഉണ്ടാവും കഥാപാത്രമായിട്ട്, പക്ഷെ നമ്മൾ മാറി നിന്ന് കാണും. അങ്ങനെ കണ്ടതിന് ശേഷം അതിനെ ചുരുക്കി കൊണ്ടുവരിക. ചെറിയൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ അങ്ങനെ തലകിഴാക്കുക. എന്നിട്ട് അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിയും. അതോടുകൂടി ശ്വാസത്തിന് കളിയും. ബ്രഹ്മത്തിൽ ഏച്ചു സങ്കല്പിക്കുക. ആ വികാരം, ആ ടെൻഷൻ പിന്നെ നിങ്ങൾക്ക് വരില്ല. പരീക്ഷിച്ചു. അത്രയും നേരം നിങ്ങൾക്ക് ശ്വാസം പിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത്. കാരണം സങ്കല്പിക്കുന്ന സമയത്ത് ശ്വാസത്തിന് ഒരു ബുദ്ധിമുട്ടും വരും. കാരണം ശരീരബോധം പൂർണ്ണമായിട്ട് പോകുക. ആ സമയത്ത് പരിശീലനമില്ലാത്തവന് പോലും അത് പോകും. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ ഇതേ ടെക്നിക്ക് ഇവർ പഠിപ്പിക്കാറുണ്ട്. NLP ഇത് വിദ്യ പഠിപ്പിക്കും. അതിലവർ ശ്വാസം പിടിക്കാൻ പറയാറില്ല. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ ഞാനതിന് ഉത്തരവാദിയായിരുന്നല്ലോ, ഞാനതിന് സാക്ഷിയായിരുന്നല്ലോ, എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയാണ്, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ആ കർത്തൃത്വ ബോധം കൂടെ പോയി കിട്ടണമെങ്കിൽ നമ്മൾക്ക് കർമ്മശുദ്ധീകരണം സംഭവിക്കും. അത് NLP മാറ്റിത്തരില്ല. അത് മാറ്റിത്തരില്ല. ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ മാത്രമല്ല, നമുക്ക് അമിത സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കുഴപ്പമാണ്. അതുമാതിരി നമ്മുടെ കുട്ടിക്കാലത്തെ സപ്രസ്ഡ് ആയിട്ടുള്ള സങ്കടങ്ങൾ. ഓഷോ പറഞ്ഞിട്ടുണ്ട്, അങ്ങാടി കളിപ്പാട്ട കടകളിൽ പോയിട്ട് പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കളിപ്പാട്ടം വേണം പറഞ്ഞ് നമ്മൾ കരയുമ്പോൾ അമ്മയോ അച്ഛനോ നമ്മുടെ ശ്രദ്ധ മാറ്റിയിട്ട് അവിടെ നോക്കുക പറഞ്ഞ് കാണിക്കും. ആ കരച്ചിൽ അവിടെ മുറിഞ്ഞു. അത് മുഴുവൻ കരഞ്ഞു തീർന്നിട്ടില്ല. അതിപ്പോൾ പുറത്തു വരില്ല.
ജീവിതത്തിൽ മുതിർന്നതിന് ശേഷം ഒരാവശ്യമില്ലാത്തൊരു സമയത്ത് അത് അങ്ങോട്ട് പൊട്ടി പുറത്ത് വന്നിട്ട് ഇല്ലാത്ത സീനുണ്ടാക്കും. എന്നിട്ട് നമ്മളെന്നെ ആലോചിക്കുക, ഇല്ല ഞാനെന്തിനപ്പോൾ അയാളോട് വെറുതെ കയറിയിട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ എനിക്കെന്തിനപ്പോൾ ആ സമയത്ത് വെറുതെ സങ്കടം വന്നു. ചിലപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നോട്ടിട്ട് എങ്ങനെ വരും ചില ആൾക്കാർക്ക്. ഇതിൻ്റെ ഒക്കെ കാരണം ഈ സപ്രസ്ഡ് സങ്കടങ്ങളാണ്. അതുകൊണ്ട് അതിനെ വെന്റ് ഔട്ട് ചെയ്ത് കഴിയുന്നതും സാധകൻ തൻ്റെ മനസ്സിനെ ക്ലീൻ ചെയ്യാൻ ഇങ്ങനെയുള്ളത് ഓർത്തെടുത്തിട്ട് ബ്രഹ്മത്തിൽ ഏൽപ്പിക്കണം എന്നാണ്. അത് ചെയ്തിട്ട് മന്ത്രോപാസന ചെയ്താലുണ്ടല്ലോ ഈ പറഞ്ഞ 5 ജന്മത്തിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് ചെന്ന് കയറാൻ പറ്റും. ഇപ്പൊ ഒരു സങ്കടം എന്തെങ്കിലും വന്നെന്ന് വെച്ചു, ആ. അപ്പൊ നമ്മള് എല്ലാരും പറയും അതിലേക്ക് അങ്ങ് പോകരുത്, പകരം നാമം ജപിക്ക എന്നൊക്കെ പറയുമല്ലോ. അപ്പം നാമം ജപിച്ചാല് ഈ സങ്കടം നമ്മളിങ്ങനെ അടിച്ച് ഇവിടെ സപ്രസ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിനെ സമർപ്പിച്ചേക്കണം പുറത്തേക്ക്. അത് എത്രത്തോളം തീരും അതുവരെ ഈ പ്രോസസ്സ് ആവർത്തിക്കണം. ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഇത് പോവില്ല, അനവധി തവണ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ താനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സങ്കടം പോവും. നമുക്ക് അറിയൂ. അത് ആരും പുറത്തെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ തന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അറിയൂ, ഈശ്വരൻ ഞാൻ അന്ന് എത്ര എന്തുമാത്രം വിഷമിച്ചു. ചിലപ്പോൾ ഇവിടെ ഒരു പേഴ്സണൽ ലോസ് ആയിരിക്കും, ഒരു മരണമായിരിക്കും. അതുപോലും നമുക്ക് സമമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു തന്നത് ഒരു കീയാണ്. ആ കീയെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ഏത് തലത്തേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇവിടെ ആഹുതികൾ ചെയ്തിട്ടുള്ള ഹോമത്തിൽ പോലും ഇങ്ങനെ സമർപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഈ വിഷമത്തിനെ ഞാൻ ഒഴിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അതങ്ങോട്ട് ബ്രഹ്മത്തിലേക്കല്ലേ, അതാ കോസ്മിക് തിരിക്ക് അങ്ങോട്ട് ലയിക്കുകയാണ്. നമ്മളൊക്കെ എൻ്റെ അപ്പുറം ഞാൻ എന്താ പറയുക, നമ്മളൊക്കെ ഈ പാർട്ടിക്കിളാണ്. ഇപ്പം ഞാൻ കൂടിയിട്ട് ഈ രൂപത്തിലിരിക്കണം, ഇന്ന ആൾക്കാരുടെ മക്കളായിട്ട് ജനിച്ചോണ്ട്. അത്രേ ഉള്ളൂ. ഇത് പൊട്ടിപ്പോകും. അത് നമുക്ക് നോക്കിയറിയാം. ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിൽ വലിയൊരു ശ്മശാനത്തിൽ പോയിട്ട് ചതയിലേക്ക് നോക്കരുത്, ആ മുകളിലേക്ക് വരെ പുകയിലേക്ക് നോക്കുക. ആ കിടന്ന ആളാണ് ഈ പോണത്, ഇതാ പോണു, കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു അനുഭവമാണ്. മണികർണികയിൽ ശവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഗംഗയിൽ കൊണ്ടുവരും, അവർ മുക്കും, ചെതയെ കൊണ്ടുവന്ന് വയ്ക്കും. കാല് പുറത്തേക്ക് ഇങ്ങനെ നീണ്ടു, നല്ല ഉയരമുള്ള ആളാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് സൈസ് ചെതകളാണ്, എല്ലാം സ്റ്റാൻഡേർഡ് സൈസ്. അയാൾക്കുള്ള ചെതയല്ല, അയാളുടെ കാല് മാത്രം 2 കാല് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുക. അപ്പോൾ ബാക്കിയൊക്കെ കത്തുണ്ട്, ഈ ഭാഗം കത്തുന്നില്ല. ഞാൻ കൂടുതൽ വർണ്ണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാല് കാണാണ്ടായി. അത് അവിടെ പോയി എനിക്കറിയില്ല എപ്പോഴും. പക്ഷെ മറ്റേ കാലം അപ്പോഴും ഇങ്ങനെ നിർത്തി ഇങ്ങനെ കത്തണം. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ആരൊക്കെ വീണ കാല്, ആരെയൊക്കെ ചവിട്ടിയ കാല്, എവിടെയൊക്കെ നടന്ന കാല് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഉരുകി ഇറ്റ് വീണുകൊണ്ടിരിക്കും. ഇതാണ് നിൽക്കണം. പെട്ടെന്ന് ഇതങ്ങോട്ട് ഓടിഞ്ഞിട്ട് അങ്ങോട്ട് താഴേക്ക് വിടും, ചെറുതയുടെ പുറത്ത് വിടും. അപ്പോൾ ബർമുടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരയൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മോഡേൺ ഹരിച്ചന്ദ്രൻ വരുന്നത് അവിടെ കണ്ട് അവനവിടെ തോർത്തെടുത്തിട്ട് അത് ഇങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. അപ്പോൾ പൊള്ളി. അപ്പോൾ അവനെ നന്നായിട്ട് കുടിപ്പിച്ച് 2ആയിട്ട് അങ്ങോട്ട് ഓടിച്ചിട്ട് അയാളുടെ തലയുടെ അവിടേക്ക് ഒറ്റ കയറി. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് മഹാശ്മശാനം എന്ന് പറയുന്നത് കാശി. അവിടെ പോയിരുന്നുണ്ടല്ലോ ധൂപം കത്തുന്ന വഴി ഒരു ശ്മശാനത്തിൽ പോയ ഫീലേ വരില്ല. മണികർണികയിൽ ആ വിശ്വനാഥനെ തൊഴുത്ത് അങ്ങനെ ഇറങ്ങി വന്നത് അവിടെ കത്തിക്കുന്നത്. ചന്ദനത്തിരികളും എന്താ പറയുക സാമ്പ്രാണിയും കത്തണ മാതിരിയാണ് ശരീരങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും തോന്നില്ല. ഏതാ അർദ്ധരാത്രിക്ക് വേണ്ടി അവിടെ ഇരിക്കാം. അങ്ങനെ ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര നിസ്സാരനാണ് നമ്മൾ. മഹാശ്മശാനം എന്ന് പറഞ്ഞതാണ് എത്ര 5000-ൽ പരം വർഷമായിട്ട് നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കണം. ആ തീ കെട്ടിട്ടില്ലല്ലോ. കടാവിളക്ക് പോലെ കടാചിതകളും ഇങ്ങനെ ഒന്നിനടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ബോഡികൾ. ഞാൻ ഒരേ സമയം 14-15 ചിത കത്തായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രേമനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറയണത് അൺലെസ് വ്യാനസ്വാമി പറഞ്ഞ മാതിരി ഭയം എന്ന് നമ്മൾ വിളിക്കുന്നതിനോട് നമ്മൾ അതിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കുമ്പോഴത്ര ഭയമല്ലാണ്ടാവുക. നമ്മൾ ആ രംഗത്തിനെ അഭിമുഖീകരിക്കാൻ മടിക്കുന്തോറും, ദുഃഖത്തിനെ അഭിമുഖീകരിക്കാൻ മടിക്കുന്തോറും, ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ മടിക്കുന്തോറും നമുക്കതൊരു ഭയാനക വസ്തുവായിട്ട് നമ്മുടെ മനസ്സിൽ വളർന്നു വരും. നേരെ മറിച്ച് അതിൻ്റെ കണ്ണിൽ നോക്കുന്ന സമയത്ത് ആന്തരികമായിട്ട് എവിടുന്നോ ഒരു ശക്തി നമ്മളെ അത് ഹാൻഡിൽ ചെയ്യാൻ പഠിപ്പിക്കുന്നു. ദുഃഖത്തിനാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും അഹങ്കാരത്തിനാണെങ്കിലും ഏത് ദുർഗുണത്തിനാണെങ്കിലും സമർപ്പിച്ച് 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 അത് തീരുന്നത് വരെ. പാത്രം കഴുകുമ്പോൾ നമ്മളങ്ങനെ കറ പോകാൻ ഇമ്മിട്ട് ഉരച്ച് വീണ്ടും കഴുകി അല്ലേ, നമ്മൾ ക്ലാവ് കളയാൻ എത്ര പണിയെടുക്കണു, അകത്ത് കഴുകാൻ ഈ എഫർട്ട് എടുക്കണില്ലല്ലോ. ഇന്ന് രാത്രി ഡിന്നർ കഴിച്ച പ്ലേറ്റ് കഴുകാണ്ട് നിങ്ങൾ ആരെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ? ആ പ്ലേറ്റിൽ തന്നെ അതിൽ തന്നെ വീണ്ടും ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുമോ? മനസ്സിന് മാത്രം എന്താ അത് കൊടുത്തിരിക്കണത്? കഴുകുന്നില്ലല്ലോ.
ഒരാൾ പറഞ്ഞ പ്രഭാഷണം കേട്ടിട്ട് അതിൻ്റെ ചെളിയായിട്ട് പോയിട്ട് അടുത്ത ആളുടെ പ്രഭാഷണം കേൾക്കാനിരിക്കും. എന്നിട്ട് അതും ഇതും കൂടെ കലക്കും. എന്നിട്ട് അടുത്ത ആളെടുത്തു അവിടെയും കലക്കും. ഫ്രഷ്നെസ് ഇല്ല. ഇത് തന്നെ ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോൾ ജീവിതത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ടൊരു ഉൾക്കാഴ്ച ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ എക്സസൈസുകളുടെയും അടിസ്ഥാന തത്വം. അതിന് നമുക്ക് ഗൃഹസ്ഥർക്ക് സാധാരണക്കാർക്ക് എളുപ്പമാർഗം സമർപ്പിക്കുക. അത് അങ്ങനെ കൈയൊഴിച്ചേക്ക് ഇത് എൻ്റെ അല്ല, ഞാനല്ല ഇത് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആ സെൻസ് ഓഫ് ഓണർഷിപ്പ് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ ജീവിക്കുന്ന ഒരുത്തൻ ഭഗവാൻ തന്നെ പറഞ്ഞ പോലെ അർജുന, അവൻ മണിമന്ദിരങ്ങളിൽ ഇരുന്നാലും രാജകൊട്ടാരങ്ങളിൽ ചക്രവർത്തിയെ പോലെ ഇരുന്നാലും ഇനി അവൻ ധാരാളം സ്ത്രീകളുടെ കൂടെ രമിക്കുകയാണെങ്കിലും അവൻ വലിയ പരിഷ്കാര വസ്ത്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ചിരിക്കുകയാണെങ്കിലും മനസ്സ് എന്നിൽ ഉറപ്പിക്കും, സകലതും എന്നിൽ സമർപ്പിക്കുന്നവനാണെങ്കിൽ അവനെയാണ് ഞാൻ യോഗി എന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഗി ലക്ഷണം ഭഗവാൻ പറയണ. കാരണം എന്താ, മൂപ്പരനെയാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. താൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ. അതുകൊണ്ട് ഭഗവാന്റെ രീതികളിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഞങ്ങൾ സാധാരണക്കാരിലെ പറ്റി അമ്മ തുടങ്ങിയത് അങ്ങനെയാണല്ലോ. നമ്മൾ സാധാരണക്കാരിലെ ഞാൻ എല്ലാ പ്രഭാഷണങ്ങളും ഈ 2021 ഈ ഇത് പറയാൻ തുടങ്ങിയതിന് ശേഷം ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടും എൻ്റെ പ്രഭാഷണം കേൾക്കണ പലരും എന്നോട് പിന്നെയും ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവർ പ്രഭാഷണം കേൾക്കണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം സീരിയസ്ലി അതുകൊണ്ടാണ് ഞാൻ ഈ പ്രഭാഷണങ്ങൾ കുറയ്ക്കുകയാണെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തി. സീരിയസ്ലി ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നും കൂടെ ഞാൻ പറഞ്ഞു ഐ എം ഗോയിങ് ടു കട്ട് ഡൗൺ ദിസ്. ഇനി ആവശ്യമുള്ളവർ വന്നാൽ അവർക്ക് അത്രേ ഉള്ളൂ. കാരണം പണ്ടും എന്നെ ഇപ്പം ഇങ്ങനെയൊക്കെ അറിയണതിന് മുമ്പ് ആവശ്യമുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരാറുണ്ടായിരുന്നു. എൻ്റെ 11 വയസ്സ് തൊട്ട് തുടങ്ങിയതായിരുന്നു. അപ്പം നമ്മളെ ഒരിക്കലും നമ്മൾ സാധാരണക്കാരാണ്, വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ഒരു പ്രാരബ്ധമാണ്, നമുക്കൊന്നും ഈശ്വരാരാധന പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒന്നും പറയരുത്. ഒരിക്കലും നമ്മളെ സ്വയം താഴ്ത്തരുത്. നമ്മുടെ ഒക്കെ അവകാശമാണ് ഭഗവാനെ കിട്ടുക. അല്ല, അങ്ങനെയും പറയണ്ട. അത് തന്നെ നമ്മുടെ അകത്ത് ആ ഒരു സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ഉള്ളതുകൊണ്ടാണ് വരുന്നത്. അവർക്കൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ്, നമുക്ക് വേറെ സ്റ്റാറ്റസ് എന്നൊന്നും പ്രപഞ്ചത്തിൽ ഭഗവാന്റെ കണ്ണിലില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു ദുഷ്ടനും ഒരു നല്ലവനും പോയിട്ട് നദിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ നദി പറയണില്ല. നദിയുടെ അടുത്ത് ഞാനും ഒരു ജ്ഞാനിയും പോകണു, അമ്മയും ഞാനും ഒക്കെ കൂടെ പോകണു, സാധാരണക്കാരൻ നമ്മൾ പോകണം. നദി പറയണ്ടോ ജ്ഞാനി മാത്രം വെള്ളം കുടിച്ചാൽ മതി എന്ന്? പറയില്ല. ഈശ്വരൻ പറയില്ല ഒരിക്കലും. പ്രപഞ്ചം പറയില്ല നമ്മളോട്. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യഥാർത്ഥ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഈശ്വരന്റെ സമുദ്രത്തിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അമേരിക്കൻ കമ്പനികളിൽ എഴുതും ഈക്വൽ ഓപ്പർച്യൂണിറ്റി എംപ്ലോയർ എന്നൊക്കെ. അതൊക്കെ ചുമ്മാ. ഇതാണ് യഥാർത്ഥ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ അവകാശമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവനവൻ്റെ ഒരു പൊട്ടി പോലും താഴ്ത്തി ചിന്തിക്കരുത്. എനിക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ല, ഞങ്ങളൊക്കെ വേറെന്തോ അത് പതിതരാണ്, അവരൊക്കെ പ്രിവിലേജറാണ് എന്നുള്ള നമ്മൾ സാധാരണ സോഷ്യൽ സെറ്റപ്പുകളിൽ ചിന്തിക്കുന്ന പോലെ തന്നെ ഒരു വലിയ അപകടമാണ്. സാധനയിൽ ചിലവർ വലുതാണെന്നും ചിലർ ചെറുതാണെന്നും. ഇനി അങ്ങനെ ചിന്തിക്കണ സാധകരും സ്വയം കുഴിതുകൊണ്ട് വിടുന്നത്. ഞാൻ വലുതാണെന്നും മറ്റുള്ളവർ തന്നെക്കാളും ചെറുതാണെന്നും, നമ്മൾ വേറെ ഏതോ ഒരു തലത്തിൽ നിൽക്കണം, മറ്റുള്ളവർ ഭയങ്കര അപകടമാണ്. കാരണം എവിടുന്ന് അടിവരിക എന്ന് പറയാൻ പറ്റില്ല. എവിടുന്ന് അടിവരിക എന്ന് പറയണ്ട. 10,000 വർഷത്തെ തപസ് നശിക്കാൻ 1 സെക്കൻഡ് നേരത്തെ മനസ്സിന്റെ പ്രപഞ്ചം മതി. എത്രയോ അനുഭവങ്ങളുണ്ടല്ലോ. ഭഗവാന് തന്നെ സംഭവിച്ചിരിക്കും, മഹാദേവന് സ്വയം, പിന്നെയല്ലേ നമ്മൾ സാധാരണ മനുഷ്യർ. അതുകൊണ്ട് അത് അങ്ങനെ ചിന്തിക്കും. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. ഇത് നമ്മുടെ റൈറ്റാണ് ആൻഡ് വി ക്യാൻ ഡെഫിനറ്റ്ലി അച്ചീവ് ഇറ്റ്. ഇപ്പം ചില അനാട്ടമി ക്ലാസ്സിലൊക്കെ പോയിരിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണ് എനിക്കുള്ളത്. പല പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴും അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ചംക്രണം എങ്ങനെ വരുന്നത്, ചില മീനിങ് അത് മീനിങ്ലെസ് ആയിരുന്നെന്നും ചില മീനിങ്ലെസ് വളരെ മീനിങ്ങുകളാണെന്നും മനസ്സിലാക്കുന്ന ഒരവസ്ഥ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകും. അതെ അതെ, അത് അങ്ങ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ സാധാരണ കാറിൽ പോകുമ്പോൾ സംസാരിക്കുന്ന പോലെയല്ല അങ്ങ് ചില സംസാരിക്കുമ്പോൾ. കാരണം എനിക്കറിയാം ഉച്ചയ്ക്ക് ഒരു കേർഡ് റൈസ് മാത്രം കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ചില സമയം സംസാരിക്കുമ്പോൾ ഈ പൈപ്പ് എന്ന് വരാമെന്ന് പറയുമ്പോൾ അത് തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് പൈപ്പ് എന്നല്ല എന്നുള്ളത് എനിക്ക് രണ്ടും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം ഒത്തിരി സന്തോഷം. ഇത് ഇവിടെ വന്നവരെല്ലാവരുടെയും ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും ഇങ്ങനത്തെ അവസരം ഭഗവാൻ തരട്ടെ. നമുക്കെല്ലാവർക്കും വീണ്ടും ഒരുമിക്കാനും വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവട്ടെ. കാരണം അത് മനനം ചെയ്യുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ചോദ്യങ്ങൾ രേഖപ്പെടുത്താനൊരു അവസരം ഭഗവാൻ തരട്ടെ. നന്ദി. ഞാനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. വേറെ നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അനുഗ്രഹീതനാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സംശയങ്ങളാണ് ഞാൻ നിവർത്തിക്കുന്നത്.
നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അതിന് ഉത്തരം അകത്തുനിന്ന് ഗുരുവായൂരപ്പൻ എടുത്തിട്ട് തരുന്നത് വാസ്തവത്തിൽ എനിക്ക് ക്ലാരിറ്റി തരാനും കൊള്ളൂ. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ നിങ്ങളാകണം ഒരകല്ലിൽ ഞാൻ എൻ്റെ അറിവിനെ ഉരച്ച് ഊർജ്ജപ്പെടുത്തണ പോലെയാണ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് ഗുരുനാഥന്മാരായിട്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കും. നാരായണ ഗിരഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, എറണാകുളത്തപ്പ ഭഗവാനെ